ترضيه وترضى بهنا يا رب العالمين. أوصل اللهم ثواب ما صليناه وما قرأناه من القرآن العظيم إلى حضرة نبي المصطفى محمد صلى الله عليه وسلم، ثم إلى حضرات أرواح جميع الأنبياء والمرسلين وكافة أولياء الله تعالى من مشارق الأرض إلى مغاربها بحقوقهم. ربنا بارك لنا فيما نحن فيه بما باركت به عبادك الصالحين بحقوقهم وبكراماتهم. بارك لنا في تأسيس ما نحن فيه وفي رفع ما نحن فيه بما باركت به عبادك الصالحين، وتمم لنا بالخير والسعادة وعذنا من موجبات الندامة ولا تخزنا يوم القيامة. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لآبائنا وأمهاتنا وأساتذتنا يا غافر المذنبين، وارحمنا وإياهم برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين، والحمد لله رب العالمين. നമ്മുടെ മഹത്തായ പരിപാടിയിൽ സ്വാഗതമോദി നമ്മോട് സംവദിക്കുന്നതിന് സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തോരോട് അബ്ദുറഹ്മാൻ സഖാഫി അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اهتدى بهديهم إلى يوم الدين. പ്രവർത്തകർ, അതിഥികൾ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് SOS സമസ്ത കേരള സുന്നി യുവജന സംഘം ആയിരക്കണക്കിന് സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലും പുറത്തും നേതൃത്വം നൽകുകയും അതിന്റെ ഗുണഫലങ്ങൾ അതിന്റെ ജാതിമത വ്യത്യാസമന്യേ എല്ലാ വിഭാഗം ജനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ആണ്. 60ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളിൽ പലതും വാർഡുകൾ ഏറ്റെടുത്ത് നവീകരിക്കുകയും കോഴിക്കോട് കുട്ടനാട് ആശുപത്രി അടക്കം ധാരാളം പരിഷ്കരണ പ്രവർത്തനങ്ങളും നവീകരണ പ്രവർത്തനങ്ങളും നടത്തി പാവപ്പെട്ട രോഗികൾക്കും പ്രയാസപ്പെടുന്ന ജനങ്ങൾക്കും എല്ലാവിധത്തിലുമുള്ള സാന്ത്വന പരിപാടികൾ കേരളത്തിലുടനീളം SYSന്റെ പ്രവർത്തകർ സുന്നി പ്രസ്ഥാനത്തിലുള്ള മുഴുവൻ ജനങ്ങളുടെയും ബഹുജനങ്ങളുടെയും സഹായ സഹകരണത്തോടുകൂടി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹത്തായ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന SYS എന്ന സംഘടന സുന്നി പ്രസ്ഥാന കുടുംബങ്ങളിലെ മുഴുവൻ
സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിൽ ആരാലും പ്രശംസിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ ഇനിയും സജീവമായി മുന്നേറുകയാണ്. തീവ്രവാദ, ഭീകരവാദ, വർഗീയ പ്രവർത്തനങ്ങൾ കൊണ്ട് പല സ്ഥലങ്ങളും മലീമസമാകുമ്പോൾ അതിനു പകരം കാരുണ്യസ്പർശത്താൽ സമൂഹത്തിന് സേവനം ചെയ്യുക എന്നതാണ് സംഘടന മുന്നോട്ട് വച്ചിട്ടുള്ള സാന്ത്വന പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ ലക്ഷ്യസാക്ഷാത്കാരത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ഒരു സാന്ത്വന കേന്ദ്രം സ്ഥാപിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയും SYSന്റെ വിദേശ ഘടകമായ ICFന്റെ പ്രവർത്തകരുടെ സഹകരണത്തോടുകൂടി സ്ഥലം എടുക്കുകയും അവിടെ ഒരു ഉന്നത സ്ഥാപനം തന്നെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുകയും ഇന്ന് ബഹുവന്യരായ കാന്തപുരം ഉസ്താദിന്റെയും അതുപോലെ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളുടെയും മറ്റ് നേതാക്കളുടെയും സാന്നിധ്യത്തിൽ നമ്മുടെ കേരളത്തിന്റെ ബഹുമാന്യരായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവറുകൾ അതിന് ശിലാസ്ഥാപനം നടത്തുകയുമാണ്. ഈ പരിപാടിയിൽ ധാരാളം സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മണ്ഡലങ്ങളിലുള്ള നേതാക്കളും മന്ത്രിമാരും സംഘടനാ നേതാക്കളും സുന്നി പ്രസ്ഥാന സംഘകുടുംബത്തിലെ നിരവധി നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. എല്ലാവർക്കും ആദ്യമായി ഒറ്റവാക്കിൽ സ്വാഗതം പറയുകയാണ്. ഈ പരിപാടിയിൽ പ്രാർത്ഥന നടത്തി അനുഗ്രഹിച്ചിട്ടുള്ളത് SMA-യുടെ പ്രസിഡന്റും സമസ്ത കേരള സുന്നി യുവജന സംഘം സുപ്രീം കൗൺസിൽ അംഗവുമായ മഅ്ദിൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യദർശി, ചെയർമാൻ, ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളവറുകളാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് ശൈഖുന കാന്തപുരം AP ഉസ്താദ് അവറുകളാണ്. രണ്ടുപേരെയും ഈ പരിപാടിയിലേക്ക് സംഘടനയ്ക്ക് വേണ്ടി ഹൃദയപൂർവ്വം ആദരവോടെ സ്വാഗതം ചെയ്യും. ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കാനെത്തുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ അവറുകളെയും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പ്രതീക്ഷയോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കുന്ന മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, വ്യവസായ മന്ത്രി, വ്യവസായ IT വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ശ്രീ VS ശിവകുമാർ, ആരോഗ്യമന്ത്രി, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റ് നേതാക്കൾ എല്ലാവർക്കും സ്വാഗതം പറയും. സാന്ത്വന കേന്ദ്രം ധനസമാഹരണ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളവറുകളാണ്. പദ്ധതി അവതരണം നടത്തുന്നത് PA മുഹമ്മദ് കുഞ്ഞി സഖാഫി SYSന്റെ സെക്രട്ടറിമാരിൽ ഒരാളായ സഖാഫി അവറുകളാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നേതാക്കൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു. നമ്മുടെ പരിപാടിയിൽ നമ്മെപ്പോലെ ആദ്യമായി എത്തിച്ചേർന്ന മുൻ MP ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, ഇനി എത്തിച്ചേരാനിരിക്കുന്ന വിശിഷ്ട സാന്നിധ്യങ്ങളായ K മുരളീധരൻ MLA, V ശിവൻകുട്ടി MLA, ഡോക്ടർ KT ജലീൽ MLA, MA വാഹിദ് MLA, O രാജഗോപാൽ മുൻ കേന്ദ്രമന്ത്രി, PH ഹൈദറൂസ് മുസ്ലിയാർ, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, സയ്യിദ് ത്വാഹ സഖാഫി, പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് സാഹിബ്,
വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, എൻ അലി അബ്ദുള്ള, സി പി സൈദലി മാസ്റ്റർ, മജീദ് കക്കാട്, എ മുഹമ്മദ് പറവൂർ, പി എം മുസ്തഫ മാസ്റ്റർ, എ സൈഫുദ്ദീൻ ഹാജി, അബ്ദുറസാഖ് സഖാഫി, അബ്ദുൽ അസീസ് സഖാഫി മമ്പാട്, ICF UAE കമ്മിറ്റി സെക്രട്ടറി, അബ്ദുൽ കരീം ഹാജി മേമുണ്ട, ICF ഖത്തർ കമ്മിറ്റി തുടങ്ങി, നേമം സിദ്ദീഖ് സഖാഫി തുടങ്ങി ഇവിടെ എത്തിയ എല്ലാ നേതാക്കൾക്കും, ഇനി നാം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് എത്താനുള്ളവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറയുന്നു. ഇതൊരു വലിയ സംരംഭമാണ്. സാധു ജനങ്ങൾ പ്രത്യേകിച്ചും ഇവിടെ റീജിയണൽ ക്യാൻസർ സെന്ററിലും ശ്രീചിത്ര ആശുപത്രിയിലുമൊക്കെ എത്തി വളരെ പ്രയാസപ്പെടുന്ന രോഗികൾക്കും രോഗികളുടെ കൂടെയുള്ളവർക്കും ഒരു അഭയകേന്ദ്രം എന്ന നിലക്ക് സ്ഥാപിക്കുന്ന ഈ മഹത്തായ സാന്ത്വന കേന്ദ്രത്തിന്റെ പരിപാടികളുമായി എല്ലാവരും ഒരുപോലെ സഹകരിക്കണമെന്നും സഹായിക്കണമെന്നും സംഘടനയ്ക്ക് വേണ്ടി, സാധുജനങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്. നമ്മുടെ പരിപാടികൾ ജനങ്ങളുടെ ശ്രദ്ധയിലെത്തിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മീഡിയ പത്രപ്രവർത്തകന്മാർക്കും അതുപോലെ മറ്റു നേതാക്കൾക്കും എല്ലാവർക്കും സ്വാഗതം ആശംസിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, മഹത്തായ ഒരു മുന്നേറ്റത്തിന്റെ പാതയിലാണ് നമ്മളുള്ളത്. ഈ ഏതാനും നിമിഷങ്ങൾക്കകം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശിലാസ്ഥാപനം നിർവഹിക്കുന്ന സാന്ത്വന കേന്ദ്രത്തിന്റെ ധനസമാഹരണത്തിന്റെ ഉദ്ഘാടനം ബഹുമാന്യരായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ ധനസമാഹരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ICF മിഡിൽ ഈസ്റ്റ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അബ്ദുൽ അസീസ് സഖാഫി മമ്പാടും ICF മിഡിൽ ഈസ്റ്റ് കമ്മിറ്റി ട്രഷറർ അബ്ദുൽ കരീം ഹാജി മേമുണ്ടയും ICFന്റെ മറ്റു പ്രതിനിധികളും ചേർന്ന് ആ ധനസമാഹരണത്തിനുള്ള ആദ്യ വിഹിതം ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരിയെ ഏൽപ്പിച്ചുകൊണ്ട് ആ ചടങ്ങ് ഇവിടെ നിർവഹിക്കുകയാണ്. ബന്ധപ്പെട്ടവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ICFിലെ അബ്ദുൽ ഹമീദ് ഈശ്വരമംഗലവും ബഹുമാനപ്പെട്ട സംഘത്തിലുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. വസദഖ വബല്ലഗ റസൂലുഹുൻ നബിയ്യുൽ കരീം. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ അധ്യക്ഷ, ആഗോളതലത്തിൽ സമാധാനത്തിൻ്റെ സന്ദേശമെത്തിക്കുന്ന ആൾ ഇന്ത്യ ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകളെ, വേദിയിൽ ഉപവിഷ്ടരായ SYS സമസ്ത കേരള ജമിയത്തുൽ ഉലമ സുന്നി സംഘ കുടുംബങ്ങളിലെ സംസ്ഥാന ജില്ലാ സാരഥികൾ, നേതാക്കൾ, നമ്മുടെ അതിഥികൾ, പ്രമുഖരായ
പന്ന്യൻ രവീന്ദ്രൻ സാർ അവർകൾ, മറ്റ് മാന്യ സഹോദരൻ, SYS 61 വർഷമായി കേരളത്തിലുടനീളം ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ സർവർക്കും മാതൃകയാകുന്ന ധാരാളം സ്തുത്യർഹമായ സേവനങ്ങൾ ചെയ്തു വരുന്നു. 60ാം വാർഷികത്തിന്റെ ഭാഗമായി സാധുക്കൾക്ക് 60 ദാറുൽ ഖൈർ സ്വാന്തന കേന്ദ്രം വീട് നിർമ്മിക്കുന്നു. കേരളത്തിലുടനീളമുള്ള പാവപ്പെട്ട രോഗികളെ ശുശ്രൂഷിക്കുന്നതിന് സഹായിക്കുന്നതിന് യൂണിറ്റ് തലത്തിലും സെക്ടർ, സോൺ, ഡിസ്ട്രിക്ട്, സംസ്ഥാന ലെവലുകളിലായി ധാരാളം സംഖ്യകൾ, ഏകദേശം 5 കോടി രൂപയോളം ഒരു വർഷം സ്വാന്തന പ്രവർത്തനങ്ങൾക്ക് നീക്കിവെക്കുന്നു. അതിന്റെ ഭാഗമായി തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പടർന്ന് വ്യാപിക്കുന്ന മാരകമായ രോഗം ക്യാൻസർ. അല്ലാഹു തആല അതുപോലുള്ള രോഗങ്ങളെ അമ്മയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരും കാത്തു രക്ഷിക്കുമാറാവട്ടെ. രോഗികൾ എത്തിച്ചേരുമ്പോൾ അവർക്ക് ആകുന്ന ഒരു താങ്ങ്, തണല് നൽകുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങുന്ന സ്ഥാപനമാണ്. അല്ലാഹു തആല എളുപ്പത്തിൽ പൂർത്തീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഫുർഖാനുൽ അളീമിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, മൻ അഹ്യാ നഫ്സൻ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ സംരക്ഷിക്കാൻ വല്ലവർക്കും സാധിച്ചെങ്കിൽ അവന്റെ പ്രതിഫലം നിർണയിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. അത് ഈ ലോകത്ത് നൽകിയാൽ മതിയാകുന്നതല്ല, മറിച്ച് പാരത്രിക ജീവിതത്തിലും ഈ ലോകത്തും അല്ലാഹു തആല എല്ലാ മനുഷ്യരെയും ജീവൻ സംരക്ഷിച്ച പുണ്യം നൽകുമെന്നാണ് പരിശുദ്ധമായ ഫുർഖാനുൽ അളീമിന്റെ പ്രഖ്യാപനം. ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ നിറസാന്നിധ്യങ്ങളായ മഹൽ വ്യക്തിത്വങ്ങൾ, അൽ മുഹ്സിനു ഹയ്യും വലൗ കാന ഫീ ദാരിൽ അംവാത്, അവർ മരിച്ച് പതിറ്റാണ്ടുകളല്ല നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ജനമനസ്സുകൾ അവർ എന്നെന്നും അവർ ജീവിച്ചിരിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, മനുഷ്യരും മനുഷ്യേതര ജീവികളും തമ്മിലുള്ള വലിയ അന്തരങ്ങളിലൊന്ന് അൽ മർഉ ഹദീസും ബഅദഹു, തന്റെ ശേഷം തന്റെ ഈ ലോകത്തോട് വിട പറഞ്ഞാലും തന്റെ ജീവിതകാലത്ത് ചെയ്ത സംഭാവനകളും സ്തുത്യർഹമായ സേവനങ്ങളിലൂടെ സമൂഹം എന്നെന്നും ഓർക്കുക, സമൂഹം എന്നെന്നും സ്മരിക്കുക എന്നതാണ് ഈ ലക്ഷ്യത്തോടുകൂടെ. മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാവിധ വിജയത്തിനും തന്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെ തന്റെ മനസ്സ് വിശാലമാകുന്നു. മനസ്സ് വിശാലമാവലോടെ തന്റെ മുഖം സൗന്ദര്യപൂർണമാകുന്നു. കാരണം കണ്ണാടി, മനസ്സിന്റെ കണ്ണാടിയാണല്ലോ മുഖം. ആ മുഖം വിശാലമാകുന്നു. അതോടുകൂടെ തന്റെ ആരോഗ്യം പൂർണ്ണമാവുന്നു. അങ്ങനെ ശാരീരികമായും മാനസികമായും പൂർണ്ണ ആരോഗ്യവാനാകുമ്പോൾ തന്റെ ബിസിനസ്സുകൾ പുരോഗതികൾ കൈവരിക്കാൻ കഴിയുന്നു. തന്റെ കുടുംബത്തിൽ നിന്ന്, തന്റെ സമൂഹത്തിൽ നിന്ന് തനിക്ക് ലീഡർഷിപ്പ് അറിയാതെ വേണ്ടെന്ന് ഓടിപ്പോയാലും അവരുടെ പിന്നാലെ ലീഡർഷിപ്പ് ഓടിയെത്തുന്നു. ഇങ്ങനെ തുടങ്ങിയ ധാരാളം ഗുണങ്ങൾ നമുക്ക് ഈ പ്രപഞ്ചത്തിലും ഈ ലോകത്തും, അതുപോലെ അതിൽ 100 മടങ്ങ് 10 മടങ്ങ് 1000 മടങ്ങ് നമുക്ക് പാരത്രിക ജീവിതത്തിലും ആസ്വദിക്കാൻ കഴിയും എന്നു മാത്രം ഉണർത്തി ഈ വിഭവ സമാഹരണത്തിന് തുടക്കം കുറിച്ച ICF പ്രവർത്തകർ സ്ഥലം വാങ്ങുന്നതിൽ അൽഹംദുലില്ലാഹ് ICFന്റെ ഏറ്റവും വലിയ സംഭാവനകളാണ്. അവർ ഇവിടെ ഇല്ലെങ്കിലും ഗൾഫ് മേഖലയിലുള്ള നമ്മുടെ പാവപ്പെട്ട പ്രവർത്തകർ ചോരനീരാക്കി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവർ നൽകിയ വലിയ സംഭാവനകളെ കൊണ്ടാണ് ഈ സ്ഥലം വാങ്ങിയത്. ബിൽഡിംഗ് നിർമ്മാണത്തിലേക്ക് കൊണ്ടാണ്. അൽഹംദുലില്ലാഹ് നല്ലൊരു സംഖ്യ നൽകി എല്ലാവർക്കും പ്രിയപ്പെട്ട
GCC കൺവീനറായ മമ്പാട് അബ്ദുൽ അസീസ് സഖാഫി, മേൻമുണ്ട് അബ്ദുൽ കരീം ഹാജി, ഈശ്വരമംഗലം അബ്ദുൽ ഹമീദ് സാഹിബ്, അർഹമുർ-റഹീമായ റബ്ബേ അവർക്കെല്ലാം എല്ലാ പ്രതിഫലങ്ങളും നീ നൽകണേ അല്ലാഹ് എന്ന ദുആയോടുകൂടെ തന്നെ ഭയങ്കരനായ തിരുവനന്തപുരത്ത് സിദ്ദീഖ് ഹാജി തന്റെ ഉമ്മ ഫാത്തിമ എന്ന മഹദിയുടെയും തന്റെ ഉപ്പ സൈനുദ്ദീൻ എന്നിവരുടെയും പാരത്രിക ജീവിത വിജയത്തിന് വേണ്ടി 10 ടണ്ണ് കമ്പി അൽഹംദുലില്ലാഹ് തുടക്കത്തിൽ തന്നെ നൽകാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം വിജയം നൽകണേ അല്ലാഹ്. മഹാനായ സുൽത്താനുൽ ഉലമ എല്ലാവർക്കും ദുആ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സംസാരം ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ധന്യമായ ചടങ്ങിന് വിശിഷ്ട സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട മുൻ MP ശ്രീ പന്ന്യൻ രവീന്ദ്രൻ നമ്മളോട് സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട പോരാബ് അബ്ദുറഹ്മാൻ സഖാഫി, വേദിയിലുള്ള ബഹുമാന്യരെ, പ്രിയ സഹോദരന്മാരെ, കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം. ഇവിടെയാണ് നമ്മുടെ നാട്ടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ക്യാൻസർ രോഗികൾ എത്തിച്ചേരുന്ന സ്ഥലം. നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ ഒരു ദുരിതം ഈ മാരകമായ രോഗം തന്നെയാണ്. ആ രോഗം ഇന്ന് ഓരോ വർഷത്തിലും 1,00,000 പേരെ പിടികൂടുന്നു എന്നാണ് പുതിയ കണക്ക്. അങ്ങനെ വരുന്ന രോഗികളെ സാന്ത്വനിപ്പിക്കാനും അവർക്കാവശ്യമായ സഹായം നൽകാനും ഒരു സ്ഥാപനം ഇവിടെ ആരംഭിക്കുന്നത് നമ്മുടെ നാടിന് എന്നെന്നും വലിയ ആശ്വാസമായിരിക്കും. അങ്ങനൊരു സ്ഥാപനം ആരംഭിക്കാൻ തീരുമാനിച്ച SYSന്റെ പ്രവർത്തകരെ, അതിൻ്റെ നേതാക്കന്മാരെ, എൻ്റെ ബഹുമാനപ്പെട്ട കാന്തപുരത്തെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ ഒന്നാണ് ജീവകാരുണ്യ പ്രവർത്തനം. മനുഷ്യർ എല്ലാവരും ഒരുപോലെയാണ്. പക്ഷേ സഹജീവിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ. ഏത് മതമാവട്ടെ, ഏത് ജാതിയാവട്ടെ, എല്ലാവരും മനുഷ്യരാണ്. നമ്മുടെ എല്ലാം പാരമ്പര്യം മനുഷ്യ സ്നേഹവും മനുഷ്യനെ സഹായിക്കലുമാണ്. അതിലേറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണ് SYS. ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ മനുഷ്യനെ മനുഷ്യനായി കാണാനും മനുഷ്യന്റെ കണ്ണീരൊപ്പാനും മനുഷ്യ ഹൃദയത്തിൽ നന്മയുള്ളവയ്ക്കേ കഴിയൂ. ആ നന്മയാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ച ഈ വഴി. അതുകൊണ്ട് ഈ തലസ്ഥാനത്ത് ആരംഭിക്കുന്ന സ്വാന്തന കേന്ദ്രം അത് മനുഷ്യ സ്വാന്തനമാണ്, മനുഷ്യ സ്നേഹമാണ്. നമ്മുടെ നാട്ടിൽ മനുഷ്യർ വൈരത്തിൻ്റെ ചിന്ത കൈവിടിഞ്ഞു, സ്വാന്തനത്തിൻ്റെ ചിന്തയിലേക്ക് വരണം. കാരണം ഒരു കാര്യം ഉറപ്പാണ്, ജനിച്ചാൽ മരിക്കണം. ആ മരിക്കുന്നതുവരെ മനുഷ്യനെ സംരക്ഷിക്കാൻ, അവൻ്റെ ദുരിതത്തിൽ അവനെ സഹായിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരുമ്പം അവരെ മനുഷ്യർ മറക്കില്ല. അങ്ങനെ മറക്കാത്ത ഒരു മനുഷ്യ സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ ജാതിയും മതവുമില്ല. അസുഖം വരുന്നത് ജാതി നോക്കിയാണോ മതം നോക്കിയാണോ ഒന്നുമല്ല. എല്ലാ മതങ്ങളും നന്മയാണ് പറഞ്ഞത്.
അതുകൊണ്ട് ഇസ്ലാം എല്ലാ കാലത്തും നമ്മുടെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കാരുണ്യത്തിന്റെ ചിന്ത വളർത്തിയെടുക്കുന്ന ഒരു മഹത്തായ പാരമ്പര്യം നമ്മുടെ മുമ്പിൽ എന്നും തുറന്നു വെച്ചിട്ടുണ്ട്. ആ പാരമ്പര്യമാണ് സക്കാത്ത് എന്ന് പറയുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗം. മറ്റൊന്ന് സഹന സമരമാണ് മറ്റൊരു ഭാഗം. ലോകത്തിന് വഴികാട്ടിയായ രണ്ട് പ്രധാനപ്പെട്ട ധർമ്മ യുദ്ധങ്ങളുണ്ടായി. അതിലൊന്നാണ് ബദർ യുദ്ധം. ഈ നാട് സ്വാതന്ത്ര്യസമരത്തിന്റെ പോരാട്ടത്തിന് മനുഷ്യരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുവന്നത് ബദർ യുദ്ധത്തിന്റെ പടപ്പാട്ടുകളാണ്. ബദർ യുദ്ധവും മഹാഭാരത യുദ്ധവും രണ്ടും തമ്മിൽ വലിയ സാമ്യമുണ്ട്. രണ്ടും ധർമ്മയുദ്ധമാണ്. അതുകൊണ്ട് എന്തിനാണ് മനുഷ്യർ വേർതിരിവ്? ആ വേർതിരിവ് ഒഴിവാക്കാൻ നമുക്കെല്ലാം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഒരുമിച്ച് ചേരാൻ ഒരു വഴികാട്ടിയായി വെളിച്ചമായി ഈ സ്വാതന്ത്ര്യ കേന്ദ്രം പ്രകാശപൂരിതമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നന്ദി നന്ദി. ഈ ചടങ്ങിന്റെ വിശിഷ്ട സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച ബഹുമാന്യനായ MLA ശ്രീ വി ശിവൻകുട്ടി നമ്മോട് സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആരാധ്യനായിട്ടുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ഈ വേദിയിലുള്ള മറ്റ് ആരാധ്യരായിട്ടുള്ള നേതാക്കളെ, പ്രിയപ്പെട്ടവരെ, ഈ ധന്യ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാന്യരെ, കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് 6 പതിറ്റാണ്ട് കാലമായി ഒരു നിറഞ്ഞ സാന്നിധ്യമാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം. അവരുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാവുന്ന ദുരന്തത്തിൽ ഇടപെടുക, പാവപ്പെട്ടവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുക, പാവപ്പെട്ടവരുടെ വിവാഹത്തിൽ ഇടപെടുക തുടങ്ങിയത് എല്ലാം കൊണ്ട് ഏതാണ്ട് ഒരു വർഷക്കാലം 5 കോടിയോളം വരുന്ന രൂപ പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മുടെ സമൂഹത്തിന് ചിലവഴിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്ത് ഒരു കേന്ദ്രം മെഡിക്കൽ കോളേജിന് എതിർവശം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇനി ഒരുപക്ഷെ അറിയില്ല, മെഡിക്കൽ കോളേജിന്റെ പഴയ കാഷ്വാലിറ്റിയുടെ എതിർവശം നിർമ്മിക്കുന്നതിന് വേണ്ടി പോകുന്നത്. SYSന്റെ ആസ്ഥാന കേന്ദ്രമായി തന്നെ അത് മാറുകയും കേരളത്തിലെമ്പാടും നിന്ന് എത്തിച്ചേരുന്ന സാന്ത്വനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു കേന്ദ്രമായി മാറുകയാണ്. ഈ തലസ്ഥാന നഗരിയിലെ മേയറായും MLA ആയും പ്രവർത്തിച്ചിട്ടുള്ള CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായി ഇന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ആരാധ്യനായിട്ടുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കും ഈ സദസ്സിന് ഒരു കാര്യം ഉറപ്പുവരുന്നു. ഈ കേന്ദ്രം, സാന്ത്വന കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എല്ലാ നിലയിലും ഇടപെട്ടുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും സഹായവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പു നൽകുവാൻ ഈ അവസരം ഞാൻ നിർവഹിക്കുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ തലസ്ഥാന നഗരിൽ ഇങ്ങനെ ഒരു സാന്ത്വന കേന്ദ്രം തുടങ്ങുന്നതിനെ സംബന്ധിച്ചിടത്തോളം യോഗം ചേരുന്നത്. ഇപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനത്തോട്
എന്നെപ്പോലുള്ള ആൾക്കാർക്ക് എതിർപ്പുണ്ട്. കാരണം ജാതി തിരിച്ചുള്ള സെൻസസ് നമ്മുടെ സമൂഹത്തെ രണ്ടായിട്ടും മൂന്നായിട്ടും വെട്ടിമുറിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതെനിക്കറിയാം. ജാതി തിരിച്ചുള്ള സെൻസസ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഭൂഷണമല്ല. നമ്മൾ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന രാജ്യമാണ്. ഏത് മതത്തിലും ഏത് ജാതിയിലും വിശ്വസിക്കുവാനും ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഏത് വേഷം അണിയുവാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം. അങ്ങനെയുള്ള രാജ്യത്തിൽ ജാതി തിരിച്ചുള്ള പ്രഖ്യാപനം നടത്തിയത് തന്നെ വിദൂര ഭാവിയിൽ രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യത്തിൽ നാം വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടിയിരിക്കുന്നു. ഒരു വളരെ പ്രധാനപ്പെട്ട പത്രം മുഖ്യ തലക്കെട്ടായി കൊടുത്തിരിക്കുന്നത് ഹിന്ദുക്കൾ 96.63 കോടിയെന്നാണ് ഇന്ത്യയിൽ. അങ്ങനെ ഒരു വാർത്ത വരുന്നത് നമുക്ക് ഒരിക്കലും ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നാം എല്ലാവരും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, മനുഷ്യന്റെ നന്മയ്ക്ക് അതിന്റെ ചുവടുവയ്പ്പാണ് SYS നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ജാതിയും മതവും പറഞ്ഞ് തമ്മിൽ മനുഷ്യനെ കൊല്ലുന്നതിന് വേണ്ടിയും മനുഷ്യന്റെ ജീവൻ എടുക്കുന്നതിന് വേണ്ടിയും എടുക്കുന്ന അവസരം സമയവും ഇതേപോലുള്ള സൽപ്രവർത്തനങ്ങൾ നടത്തിയാൽ അത് വളരെ നന്നായിരിക്കുമെന്നുള്ള കാര്യം തർക്കമില്ല. ആ നിലയിലുള്ളൊരു മാതൃകാപരമായ പ്രവർത്തനമാണ് SYS നടത്തുന്നത് എന്നുള്ള കാര്യം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ജാതി പറഞ്ഞുകൊണ്ടും ജാതിയെ രാഷ്ട്രീയത്തിന് ഇടപെടിപ്പിച്ചുകൊണ്ടും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ഒരു സംഭവം. ശർമ്മ എന്ന് പറയുന്ന ഹിന്ദു, ആ ഹിന്ദുവിന്റെ ഹൃദയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ശസ്ത്രക്രിയ ചെയ്ത് ഒരു ബാഗിലിട്ട് കൊണ്ടുപോയത് എറണാകുളത്തേക്ക്. മാത്യു എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിലിരുന്ന് അവന് ജീവൻ കൊടുക്കുകയാണ്. അപ്പോൾ ശർമ്മ എന്ന ഹിന്ദുവിന്റെ ഹൃദയം ഇരിക്കുന്ന മാത്യുവിന്റെ ഹൃദയത്തിലാണ്. മാത്യുവിന്റെ ശരീരം പറഞ്ഞില്ല ഇത് ശർമ്മ ഹിന്ദുവിന്റെ ഹൃദയമാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറയാൻ വേണ്ടി തയ്യാറായില്ല. കണ്ണൻ എന്ന് പറയുന്ന ഒരു ബാലന്റെ ഹൃദയം ഇന്ത്യയിലുമല്ല, അങ്ങ് അഫ്ഗാനിസ്ഥാനിൽ ഏതോ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇരിക്കുകയാണ്. അതാണ് മനുഷ്യ സ്നേഹമെന്ന് പറയുന്നത്. ലോകത്ത് മനുഷ്യൻ ജനിക്കുന്നതും മനുഷ്യൻ മരിക്കുന്നതും ഒരേ നടപടിക്രമത്തിലൂടെയാണ്. അപ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യത്തെ കൈയടത്തുന്ന രൂപത്തിൽ ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ജനാധിപത്യ രാജ്യത്ത് അംഗീകരിക്കുന്നതിന് വേണ്ടി കഴിയും? ഇന്ന വസ്ത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ജനാധിപത്യത്തിൽ അംഗീകരിക്കുന്നതിന് വേണ്ടി കഴിയും? ജനാധിപത്യ സംവിധാനത്തിൽ താൽക്കാലികമായിട്ട് ഭരണരംഗത്തും ഒക്കെ തന്നെ അധികാരികൾ മാറിയും തിരിഞ്ഞുമൊക്കെ തന്നെ വരും. പക്ഷേ മനുഷ്യനൊരിക്കലും മാറുന്നതിന് വേണ്ടി കഴിയുന്നില്ല. എന്നാ ഒരു കാര്യം ഞാനിന്ന് പരിശോധിച്ചു. 1947 ശേഷം ഇന്ത്യയിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട 10 വർഗീയ കലാപങ്ങൾ ഞാനെടുത്തു. 1947 ബംഗാളിലെ വർഗീയ കലാപം 5000-നും 10,000-നും ഇടയ്ക്ക് ആൾക്കാർ കൊല്ലപ്പെട്ടു. 1969 നടന്ന അഹമ്മദാബാദിലെ വർഗീയ കലാപം 650ഓളം വരുന്ന ആൾക്കാർ കൊല്ലപ്പെട്ടു. 1984 ഡൽഹിയിൽ നടന്നിട്ടുള്ള കലാപം 2733 പേർ കൊല്ലപ്പെട്ടു. 1983 നെല്ലിയിൽ ആസാമിൽ നടന്ന കലാപം
2000-നും 5000-നും ഇടയിൽ ആൾക്കാർ കൊല്ലപ്പെട്ടു. 966 ജാംഷഡ്പൂരിൽ നടന്ന കലാപം 2000-ഓളം വരുന്ന ആൾക്കാർ കൊല്ലപ്പെട്ടു. 1980 മൊറാദാബാദിൽ നടന്ന കലാപം 2000-ൽ ആൾക്കാർ കൊല്ലപ്പെട്ടു. 89 ബീഹാർ 800-നും 2000-ഓളം വരുന്ന ആൾക്കാർ കൊല്ലപ്പെട്ടു. 92-93 മുംബൈ കല്യാണം മുംബൈയിൽ നടന്നത് ഏതാണ്ട് ഒരു വർഷക്കാലം നീണ്ടു നിന്നു. 2000-ഓളം വരുന്ന ആൾക്കാർ കൊല്ലപ്പെട്ടു. 92 സൂറത്തിൽ നടന്നിട്ടത് 175-ഓളം ആൾക്കാർ കൊല്ലപ്പെട്ടു. 1992 അയോധ്യയിൽ ഏറ്റവും ഭയാനകമായിട്ടുള്ള കലാപം നടന്നത്. അന്നാണ് ഭൂരിപക്ഷ ഹിന്ദു വർഗീയതയുടെ താണ്ഡവ നൃത്തം അന്നു മുതലാണ് കൂടുതൽ ശക്തമാകുന്നതിന് വേണ്ടിയുള്ള കാലഘട്ടം ഉണ്ടായിട്ടുള്ളത്. ഈ വർഗീയ കലാപങ്ങളിലൊക്കെ തന്നെ നിരപരാധികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിലും ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കണമോ ഭൂരിപക്ഷത്തെ സംരക്ഷിക്കണോ എന്നുള്ളതല്ല. തീർച്ചയായും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കണം. അതോടൊപ്പം തന്നെ എല്ലാ മനുഷ്യരെയും സംരക്ഷിക്കുന്ന നിലയിലുള്ള ഒരു സമീപനമാണ് പൊതുവിൽ ഉണ്ടാവേണ്ടത്. അത് തീർച്ചയായിട്ടും ഉണ്ടാകും. അത് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ SYSന്റെ ഈ സാന്ത്വന കേന്ദ്രം അതിനൊക്കെ ഉപകരിക്കും. തലസ്ഥാന നഗരിയിലെ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ ഒന്നുകൂടി പറയുന്നു, പ്രത്യേകിച്ച് എന്റെ മണ്ഡലത്തുകാർ, ഞാൻ പ്രദാനം ചെയ്യുന്ന നിയമമണ്ഡലത്തുകാരാണ് സിദ്ദിഖ് എന്ന് പറയുന്ന നിങ്ങളുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാവ്. അപ്പം തീർച്ചയായിട്ടും എന്റെയും എനിക്ക് ചെയ്യാൻ കഴിയുന്ന പ്രത്യക്ഷമായും പരോക്ഷമായും ഈ സ്ഥാപനം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന എന്റെ എല്ലാവിധ പിന്തുണയും സഹായവും ഒന്നുകൂടി, മിക്കവാറും ഈ ഒരു കെട്ടിട നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്, അതിന് എല്ലാവിധ പിന്തുണയും സഹായവും എന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ള കാര്യം മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ടും, നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം മെഡിക്കൽ കോളേജ് ഏറ്റവും കണ്ണായ സ്ഥലമാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം. ആ കണ്ണായ സ്ഥലത്ത് തന്നെ എത്രയും പെട്ടെന്ന് ഈ സ്ഥാപനം മെഡിക്കൽ കോളേജിനോടൊപ്പം തന്നെ അഭിമാനത്തോടുകൂടി നമ്മുടെ SYSന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന തലവർത്തി നിൽക്കുന്ന ഒരു സ്ഥാപനമായി ഇത് മാറട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കും. നിങ്ങൾക്ക് നമസ്കാരം. തന്റെ പ്രത്യേക സാന്നിധ്യം കൊണ്ട് നമ്മുടെ ചടങ്ങിന് അനുഗ്രഹിച്ച ബഹുമാന്യനായ മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാൽ നമ്മോട് സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം ശ്രീ AP അബൂബക്കർ മുസ്ലിയാർ അവர்கள், വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, വേദിയിലും സഭയിലും സന്നിഹിതരായിട്ടുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ തിരുവനന്തപുരത്ത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു സേവന കേന്ദ്രം, സാന്ത്വന കേന്ദ്രം ആരംഭിക്കാൻ പോകുന്നു. അതിൻ്റെ അടിക്കൽ സ്ഥാപിക്കാനുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിന് ഞാൻ സംഘാടകരോട് നന്ദി പ്രകാശിപ്പിക്കുന്നു. ആധ്യാത്മിക രംഗത്ത് പ്രമുഖരായിട്ടുള്ള ആൾക്കാർ സന്നിഹിതരായിട്ടുള്ള ഈ വേളയിൽ ആധ്യാത്മികമായ കാര്യങ്ങളെപ്പറ്റി വലിയ വിവരമൊന്നുമില്ലാത്ത ഞാൻ എന്തെങ്കിലും പറയണത് ഉചിതമായിരിക്കും തോന്നുന്നില്ല. രാഷ്ട്രീയം എല്ലായിടത്തും വലിച്ചഴിച്ചു കൊണ്ടുവന്ന് പറയുന്ന ആൾക്കാർക്ക് എന്തും പറയാം. ആധ്യാത്മിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, നമ്മൾ ജനങ്ങൾ തമ്മിൽ മൈത്രീഭാവം ശക്തിപ്പെടുത്താൻ ഉപകരിക്കുന്ന രീതിയിലായിരിക്കണം പ്രത്യേകിച്ചിട്ടും ആധ്യാത്മിക രംഗത്തുള്ള ആൾക്കാർ
സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് എന്നൊരു എളിയ അഭിപ്രായമാണ് എനിക്കുള്ളത്. മതത്തിൻ്റെ പേരിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിൻ്റെ പേരിലും കൊലപാതകങ്ങളും ഒക്കെ നിരന്തരമായി നടത്തുകയും ധാരാളം നടത്തിയിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ധാരാളം കേരളത്തിൽ തന്നെയുള്ളതാണ്. വിദൂരമായ സ്ഥലങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അപ്പോൾ ആ വക കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയല്ലല്ലോ ഇപ്പോഴത്തെ വേദി. മനുഷ്യനെന്നുള്ള നിലയ്ക്ക് അവൻ ഏത് മതക്കാരനായി ജീവിക്കണം എന്നുള്ളത് മുതിർന്ന ശേഷം സ്വാതന്ത്ര്യം ഉണ്ടാവാതിരിക്കാം, മറ്റെല്ലാം ദൈവനിശ്ചയമായിട്ട് വരുന്നതാണ്. ഞാനൊരു ഹിന്ദുവായി ഒരു നായർ കുടുംബത്തിൽ ജനിക്കുന്നത് എൻ്റെ തീരുമാനമല്ല, ദൈവേച്ഛയാണ്. അതുപോലെ നമ്മളെല്ലാവർക്കും അതേപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന മതത്തിലായി എന്നുള്ളത് ഒരു കുറ്റമല്ല, ഒരു പോരായ്മയല്ല. വാസ്തവത്തിൽ മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് അത് വിഘാതമാവേണ്ട കാര്യമില്ല. മതം വ്യക്തിയും സർവേശ്വരനും ആയിട്ടുള്ള ബന്ധം നിർണയിക്കുന്നതാണ്. അതിനെ സംബന്ധിച്ച് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാർ അവരുടെ ജീവിത അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ള ധാരാളം ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് വിധി കൽപ്പിക്കാൻ നമുക്കാർക്കും അവകാശമില്ല. അതത് കാലത്ത് അതത് സാഹചര്യത്തിൽ അന്ന് യുക്തമായിട്ടുള്ള നിലപാടുകൾ ഓരോരുത്തർ സ്വീകരിക്കുന്നു. ഏതായാലും അതിൻ്റെ മുഴുവൻ കാതലായിട്ടുള്ള വശം മനുഷ്യനെ മൃഗീയ നിലവാരത്തിൽ നിന്ന് ഉയർത്തി അവനെ ആത്യന്തികമായ സത്യത്തിലേക്ക്, പരമമായ പ്രേമത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കണം. തടസ്സങ്ങൾ പലതും ഉണ്ടാവാം. ശ്രീനാരായണ ഗുരുദേവൻ ആ കാര്യത്തിൽ വളരെ ലളിതമായിട്ടുള്ള ഒരു ഉപദേശം തന്നിട്ടുള്ളത് ഞാൻ ഓർക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ പോകുന്നു മറ്റന്നാണ്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള വളരെ ലളിതവും സാരഗർഭവുമായിട്ടുള്ള ഉപദേശം അനുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ മത സൗഹാർദ്ദം വളർത്താനും മനുഷ്യ സ്നേഹത്തിൻ്റെതായിട്ടുള്ള മേഖലകൾ കണ്ടെത്താനും ധാരാളമായിട്ട് സാധിക്കും. അതായിരിക്കണം ശരിയായ കാഴ്ചപ്പാട് എന്നെനിക്ക് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആശുപത്രികൾ വർദ്ധിച്ചുകൊണ്ട് വരുന്നുണ്ട്. അത് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി മാത്രമാണോ എന്നും സംശയിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു വലിയ ബിസിനസ്സായി വളർന്നു വരുന്നു. ചെറിയ ഒരു അസുഖമായിട്ട് വരുന്ന ആൾക്കാരെ കൊണ്ടുപോയി അനാവശ്യമായിട്ടുള്ള ധാരാളം ടെസ്റ്റുകളൊക്കെ നടത്തി അവൻ്റെ പേഴ്സിൻ്റെ കീശയുടെ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള അത് വസൂലാക്കുന്നതിനുള്ള സ്ഥാപനങ്ങൾ പല സ്ഥലത്തുണ്ട്. അങ്ങനെയുള്ള പരാതികൾ ധാരാളം നിലനിൽക്കുന്നുണ്ട്. ഒരു ബിസിനസ്സാണത് പല സ്ഥലത്തും ആശുപത്രി. എനിക്ക് തോന്നുന്നു ആശുപത്രികളുടെ ആവശ്യമുണ്ട്. ആശുപത്രികൾ രോഗം വർദ്ധിക്കുമ്പോൾ ആശുപത്രികളും വർദ്ധിക്കും. എനിക്ക് തോന്നുന്നു ആശുപത്രികൾ ധാരാളമുണ്ട്. പക്ഷെ കുറവുള്ളത് എൻ്റെ ഒരു എളിയ അഭിപ്രായമാണ്. ഈ വെസ്റ്റേൺ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉള്ള ഹോസ്പിസ് എന്നൊരു സംവിധാനമുണ്ട്. ഹോസ്പിറ്റലല്ല, ഹോസ്പിറ്റൽ രോഗം ചികിത്സിച്ച് മാറ്റാൻ വേണ്ടി രോഗം കണ്ടെത്താനൊക്കെയുള്ള സംവിധാനമാണ്. മറ്റേത് നേരെ മറിച്ച് ഹോസ്പിസ് എന്ന് പറയുമ്പോൾ രോഗം ടെർമിനലായിട്ട് ഇനി ചികിത്സയ്ക്കുള്ള സ്കോപ്പില്ല, അവന് സമാധാനപരമായിട്ട് മരണത്തിനുള്ള അല്ലെങ്കിൽ ആ ചികിത്സ നല്ല അന്തരീക്ഷത്തിൽ മനസ്സമാധാനത്തോടുകൂടി
ആ ചികിത്സ നടത്തിക്കൊണ്ട് അത് രോഗം വർദ്ധിക്കാതിരിക്കാനും അങ്ങനെ ദീർഘകാലം അങ്ങനെ സംരക്ഷണത്തിൽ കഴിയേണ്ടതായിട്ടുള്ള അതിന് വേണ്ട പ്രത്യേക സംവിധാനങ്ങൾ, അതിന് ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ധാരാളം സംവിധാനങ്ങളൊക്കെ ആവശ്യമാണ്. പക്ഷെ അതിൻ്റെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ, ഹോസ്പിസ് എന്നുള്ള സംവിധാനങ്ങൾ, അതിന് കുറേ ആവശ്യമുണ്ട്. സാന്ത്വനം എന്നുള്ളതായ ആ ഒരു ആസ്പെക്ട്, ആ ഒരു വശത്തിന് പ്രാമുഖ്യം നൽകുന്ന സ്ഥാപനങ്ങൾ വളരെയേറെ ആവശ്യമാണെന്ന് തോന്നുന്നു. ഞാൻ ഇവിടുന്ന് മലബാറിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അവസരത്തിൽ കാണുന്നൊരു കാര്യം, ധാരാളം ആൾക്കാർ ഈ മലബാർ ഭാഗത്തേക്കുള്ള ട്രെയിനിൽ ഈ ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ധാരാളം ആൾക്കാരെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കതിനുള്ള സംവിധാനമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പരിശോധനയ്ക്ക് വേണ്ടിയിട്ടും ടെസ്റ്റുകൾ നടത്താനും മറ്റ് സംവിധാനങ്ങൾക്കൊക്കെ വരേണ്ടി വരുന്നു. ധാരാളം ആൾക്കാർ ആ ദുരിതം അനുഭവിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ കൂടുതൽ ആവശ്യമാണ്. ഏതായാലും തലസ്ഥാന നഗരിയിൽ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ അവരുടെ ഈ സാന്ത്വന ചികിത്സ അവരെ സംരക്ഷിക്കാനുള്ള, അവർക്ക് മനസ്സമാധാനത്തോടുകൂടി പരിചരണങ്ങളൊക്കെ നോക്കി നൽകാനുള്ള ഒരു സംവിധാനം പണക്കാർക്ക് കിട്ടാനുള്ള ധാരാളം സ്ഥാപനങ്ങളുണ്ട്. അതിന് വലിയ വശമുള്ളതല്ല. ഒരു 5 സ്റ്റാർ ആശുപത്രികൾ ധാരാളം വർദ്ധിച്ചു വരുന്നുണ്ട്. പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അതിനുള്ള സംവിധാനങ്ങൾ വളരെ പരിമിതമാണ്. അതുണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത എല്ലാവരും ഇപ്പോൾ മനസ്സിലായിക്കൊണ്ട് വരുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിന് ഒരു സംഘടിതമായിട്ടുള്ള ഒരു നല്ല ഒരു ശ്രമം ഇന്നിപ്പോൾ ഈ തിരുവനന്തപുരം നഗരത്തിൽ വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത് എന്നോട് ഇതിനെപ്പറ്റി പറയാൻ വേണ്ടി വന്നിട്ടുള്ള സുഹൃത്തുക്കൾ പറയുകയുണ്ടായി. ഇത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും അതിൻ്റെ സൗകര്യങ്ങൾ ലഭിക്കും, അങ്ങനെയാണ് അതിനെ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് കേൾക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. മതം ഇതിനൊന്നും എതിരല്ല. മതം ഇതിനൊക്കെ യഥാർത്ഥത്തിൽ ഇതാണ് ചെയ്യേണ്ടത് മതത്തിൻ്റെ കാര്യത്തിൽ. ഞാൻ ഓർക്കുന്നു, എൻ്റെ ഗുരു സദ്ഗുരു മാതാമൃതാനന്ദമയി ദേവി എപ്പോഴും പറയുന്നൊരു കാര്യമുള്ളതാണ്. ഈശ്വരൻ നമ്മളെന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ എത്ര പണം ദൈവത്തിന് കൊടുക്കണു, എന്ത് വഴിപാട്, പാൽപ്പായസം അല്ലെങ്കിൽ വേറെ വല്ലതും, സ്വർണം കൊണ്ട് താഴിയക്കുടം അല്ലെങ്കിൽ സ്വർണം കൊണ്ടുള്ള വാതില്, ഉത്തരം, കതവ്, അങ്ങനെയുള്ളതായിട്ടുള്ള സംവിധാനങ്ങളോ, ഇതൊന്നുമല്ല ദൈവം നോക്കണത്. ദൈവം നോക്കണത് നിങ്ങളുടെ മനസ്സാണ്. മറ്റുള്ളവരുടെ കഷ്ടപ്പാടിൽ അതിൽ സഹതപിക്കാനുള്ള മനസ്സുണ്ടോ, ആ മനസ്സുണ്ടെങ്കിൽ അതാണ് ദൈവം നോക്കണത്. ദൈവത്തിന് എല്ലാ സമ്പത്തും ദൈവത്തിൻ്റെ തന്നെയാണ് നമ്മുടെ സങ്കല്പം. അപ്പോൾ എന്ത് കൊടുക്കുന്നു, പണം എന്നുള്ളത് പ്രധാനമാണ്. തീർച്ചയായിട്ടും ത്യാഗത്തിൻ്റെ അംശം അതിലുണ്ട്. പക്ഷെ അതിനേക്കാൾ നമ്മുടെ മനസ്സാണ് കാര്യം. അങ്ങനെയുള്ള മനസ്സ് വികസിച്ച് എല്ലാത്തിനെയും ഉൾക്കൊള്ളാനും എല്ലാത്തിനെയും സ്നേഹിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ. അതിന് ഉത്തമ ഉദാഹരണമായിട്ട് ഈ സ്ഥാപനം മാതൃകാപരമായി വളർന്ന് പ്രവർത്തിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചവരോട് വീണ്ടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ശിലാസ്ഥാപന ചടങ്ങ് നിർവഹിക്കാനുണ്ട്. അതിനു മുമ്പ് മഹനീയമായ സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങിനെ അനുഗ്രഹിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ കെ ടി ജലീൽ MLA നമ്മളോട് സംവദിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മഹനീയവും മാതൃകാപരവുമായ ഒരു സംരംഭത്തിൻ്റെ തുടക്കം പ്രഖ്യാപിക്കുന്ന ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ സമാദരണീയനായ
കേരളത്തിലെ പണ്ഡിത നേതാക്കളിൽ പ്രമുഖ സ്ഥാനീയനായ ജനാബ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവர்களെ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന നമ്മളേറെ ബഹുമാനിക്കുന്ന സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ അവர்களെ, എന്റെ സുഹൃത്തും നിയമസഭാ സാമാജികനുമായ ശ്രീ വി ശിവൻകുട്ടി MLA, മുൻ കേന്ദ്രമന്ത്രിയും നമുക്ക് പ്രിയങ്കരനുമായ ശ്രീ O രാജഗോപാൽ അവர்களെ, മുൻ MP-യും മാനവികാശയ ശാസ്ത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മാന്യവ്യക്തിയുമായ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, മറ്റു വേദിയിലെ പണ്ഡിത ശ്രേഷ്ഠാക്കളെ, സുഹൃത്തുക്കളെ, ജഗന്നിയന്താവായ നാഥന്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. മതവും വിശ്വാസവും നമ്മളിൽ ഭയപ്പാടുകൾ ഉണ്ടാക്കുന്ന ഒരു കാലത്താണ് എങ്ങനെയാവണം വിശ്വാസികളുടെ സമൂഹം, മതസംഘടന എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് ഷെയ്ഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള SYS. വിശ്വാസികളുള്ളിടം എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? ആ ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. കരുണാർദ്രമായ പെരുമാറ്റമുള്ള ഒരു സമൂഹം എവിടെയാണോ നാം കാണുന്നത്, ചൂഷണരഹിതമായ ഒരു നാട് എവിടെയാണോ നാം ദർശിക്കുന്നത്, കലാപങ്ങളും സംഘർഷങ്ങളുമില്ലാത്ത സൗഹൃദ ഭൂമി എവിടെയാണോ നിലകൊള്ളുന്നത്, അവിടമാണ് വിശ്വാസികളുടെ കേന്ദ്രം എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഇന്ന് നമ്മളുടെ രാജ്യത്തും ലോകത്തും കാനേശുമാരി വിശ്വാസികളാണ്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കേൾക്കുമ്പോൾ നമ്മളുടെ കണ്ണുകൾ സജലങ്ങളാകുന്നില്ലെങ്കിൽ നമ്മൾ വിശ്വാസികളല്ല എന്നാണ് അതിന്റെ അർത്ഥം. പാവപ്പെട്ടവരുടെ ജീവിത പ്രാരാബ്ദങ്ങൾ നമ്മളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നില്ലെങ്കിൽ വിശ്വാസിയാകാൻ ഇനിയും ഒരുപാട് കാലം നാം സഞ്ചരിക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം മതം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന പ്രാമുഖ്യം ചെറുതല്ല. ആരാധനാനുഷ്ഠാന കർമ്മങ്ങളിലൂടെ സ്വർഗലബ്ധി സാധ്യമാകും എന്ന് പലരും കരുതുമ്പോൾ ആരാധനാനുഷ്ഠാനങ്ങളുടെ പട്ടിക നിർബന്ധമായും പാവപ്പെട്ടവർക്ക് നൽകേണ്ട പരാമർശിച്ചിട്ടുള്ളത് ജീവിക്കുന്ന മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന്റെ നിയമാനുസൃതമുള്ള നികുതി നിർബന്ധമായും നൽകണം. അതോടൊപ്പം അവർ അവരുടെ സമ്പത്തിന്റെ ലാഭവിഹിതത്തിന്റെ നിശ്ചിത ശതമാനം അശരണർക്കും പാവപ്പെട്ടവർക്കും നൽകിയിരിക്കണം. അത് സമ്പന്നരുടെ ഔദാര്യമായിട്ടല്ല ഇസ്ലാം കാണുന്നത്. പാവപ്പെട്ടവർക്ക് സമ്പന്നരുടെ സമ്പത്തിലുള്ള അവകാശമായിട്ടാണ്. ഇങ്ങനെ മറ്റുള്ളവർക്ക്
തന്റെ സമ്പത്തിന്റെ ഒരു നിശ്ചിത വിഹിതം നൽകണം എന്ന് നിഷ്കർഷിക്കുകയാണ് പ്രവാചകൻ ചെയ്യുന്നത്. ഇസ്ലാം അങ്ങനെയാണ് അരുളി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള നിരവധി സേവന കേന്ദ്രങ്ങൾ നമ്മളുടെ നാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ മതസംഘടനകളും SYS-നെ മാതൃകയാക്കി പ്രവർത്തിച്ചാൽ എത്ര നന്നായിരുന്നു. സംഘർഷങ്ങൾക്കും കലാപങ്ങൾക്കുമപ്പുറം, അടിച്ചു തകർക്കലുകൾക്കപ്പുറം എന്തെങ്കിലും ഒന്ന് നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചാൽ അതാകും നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. നമുക്കൊന്ന് തകർക്കാൻ പെട്ടെന്ന് കഴിയും, പക്ഷെ ഒന്നുണ്ടാക്കാൻ ഒരുപാട് കാലമെടുക്കും, ഒരുപാട് സമയമെടുക്കും. ഇത് നിർമ്മാണത്തിന്റെ ഒരു സുദിനമാണ്. തകർക്കലിന്റെ ശപിക്കപ്പെട്ട ദുർദിനമല്ല. എത്രയും വേഗം ഈ സാന്ത്വന കേന്ദ്രം യാഥാർത്ഥ്യമാകണം. ഒ രാജഗോപാൽ അവറുകൾ സൂചിപ്പിച്ച ഒരു കാര്യം ഞാൻ സാന്ദർഭികമായി ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ദൈവം നോക്കുന്നത് ഓരോ മനുഷ്യരുടെയും മനസ്സിലേക്കാണ്. വിശുദ്ധ ഖുർആനും ഇതിൽ നിന്ന് ഭിന്നമായ അഭിപ്രായമല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നല്ലാഹ ലാ യൻദുർ ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുർ ഇലാ ഖുലൂബിക്കും. ദൈവം നോക്കുന്നത് നിങ്ങളുടെ ബാഹ്യചേഷ്ടകളിലേക്കോ വേഷഭൂഷാദികളിലേക്കോ ഒന്നുമല്ല, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. വിശ്വാസങ്ങളെ നാം താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് സമാനതകൾ നമുക്ക് കാണാൻ കഴിയും. വിശ്വാസികൾ പരസ്പരം സഹകരിക്കേണ്ടതിന്റെ അത്യന്താപേക്ഷികതയിലേക്കാണ് ഈ സമാനതകൾ വിരൽ ചൂണ്ടുന്നത്. എല്ലാറ്റിനെയും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ ഏത് മതത്തിലാണെങ്കിലും വിശ്വസിക്കുന്നവരാവുക എന്ന് ഓരോ മതക്കാരും കരുതണം. അങ്ങനെ കരുതിയാൽ നമുക്കിടയിൽ ഭിന്നിപ്പിന്റെ യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. ഹേ യഥാമാം പ്രപത്യന്തേ താം സ്ഥദൈവ ഭജാമ്യഹം മമ വർത്തമാനു വർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ. നിങ്ങൾ ദൈവത്തിന്റെ സാമീപ്യസിദ്ധിക്ക് വേണ്ടി ഏതേത് വഴികളാണ് സ്വീകരിക്കുന്നതെങ്കിലും നിങ്ങൾ എന്റെ മാർഗത്തിൽ തന്നെയാണുള്ളത് എന്ന് ഉദ്ഘോഷിക്കുന്ന ഭഗവത്ഗീതയിലെ ദൈവം അതുതന്നെയാണ് ലോകത്തിലെ എല്ലാ വിശ്വാസധാരകളും ലോകത്തെ ഉത്ബോധിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാറ്റിനെയും ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമുക്കാകാൻ ഇതുപോലെയുള്ള ഒത്തുകൂടലുകൾ പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അഭിലഷിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കപ്പെടുന്ന സാന്ത്വന കേന്ദ്രം അടുത്ത വർഷം ഈ ദിവസം നാട്ടിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും കക്ഷി രാഷ്ട്രീയ മതജാതി ഭേദമന്യേ എല്ലാവരുടെയും ഒരു ആശ്രയ കേന്ദ്രമായി, ഒരു അത്താണിയായി നാടിന് സമർപ്പിക്കാൻ ബഹുമാന്യനായ ഷേഖുന AP അബൂബക്കർ മുസ്ലിയാർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നന്ദി. മഹത്തായ ശിലാസ്ഥാപന ചടങ്ങിന് മുമ്പ് അല്പം ചെറിയ വാക്കുകളിൽ ഈ പദ്ധതിയുടെ ലക്ഷ്യം വിവരിക്കുന്നു SY സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സഖാഫി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതര സമുദായ സുഹൃത്തുക്കൾക്ക് പ്രസ്ഥാനത്തിന്റെ 1000 ധാർമ്മിക വിപ്ലവാഭിവാദനങ്ങൾ. ദീർഘമായി ഒന്നിലേക്കും കടക്കുന്നില്ല. ആ സന്തോഷ മുഹൂർത്തം നമുക്ക് ഈ പ്രഗത്ഭരായ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിരതരായ ഒരു കൂട്ടം നേതാക്കളുടെ മുന്നിൽ വച്ച് ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. തിരുവനന്തപുരത്ത്
ഇപ്പോൾ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കപ്പെടുന്ന സാന്ത്വന കേന്ദ്രം 6 പതിറ്റാണ്ടിലേറെയായി കേരളക്കരയിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും പ്രവാസി മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘം SYSന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒരു പൊൻതൂവലായി മാറാൻ പോവുകയാണ്. ഈ സാന്ത്വന കേന്ദ്രത്തിന് പ്രധാനമായും സംഘടനയും പ്രസ്ഥാനത്തിന്റെ നേതൃത്വമായ ശൈഖുന കാന്തപുരം ഉസ്താദും ഇവിടെ പ്രധാനമായി ലക്ഷ്യമിട്ടത് വർദ്ധിച്ചു വരുന്ന ക്യാൻസർ രോഗികൾക്ക് ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ആ മാരക രോഗത്തിന് അടിമപ്പെടുമ്പോൾ ഏറ്റവും വലിയ ചികിത്സാ കേന്ദ്രമായ RCCക്ക് മുന്നിൽ കണ്ണ് നനയിക്കുന്ന ധാരാളം രംഗങ്ങൾ ഓരോ ദിവസവും ഓരോ നിമിഷവും നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സങ്കടം തീർക്കുന്നതിന് നമ്മെക്കൊണ്ടാകുന്നത് ചെയ്യണമെന്ന് ഈ പ്രസ്ഥാനം ആലോചിക്കുകയും പ്രതിവർഷം 5 കോടി രൂപ ചെലവഴിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ഈ പ്രാവശ്യം നമ്മുടെ സാന്ത്വന കേന്ദ്രം എല്ലാ യൂണിറ്റുകളുടെയും ആഭിമുഖ്യത്തിൽ ഗ്രാമാന്തരങ്ങളിൽ 7000-ഓളം വരുന്ന സാന്ത്വന കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ ആഹ്വാനം ചെയ്തതു പ്രകാരം 3000 സാന്ത്വന കേന്ദ്രങ്ങൾ പ്രവർത്തന രംഗത്ത് എത്തിക്കഴിഞ്ഞു. അതേപോലെ സാന്ത്വന ക്ലബ്ബുകൾ രൂപീകരിച്ച് ആ പ്രവർത്തന രംഗം പ്രായോഗികമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. സാന്ത്വനത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സാന്ത്വന കേന്ദ്രങ്ങളിൽ എയർബെഡ്, വാട്ടർ ബെഡ്, പലതരം ഊന്നുവടികൾ, ഫസ്റ്റ് എയ്ഡിനുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം എല്ലാ ഗ്രാമത്തിലും എല്ലാ ജാതി മതസ്ഥർക്കും വളരെ ശക്തമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളായി നാം സംവിധാനിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സായി ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ക്യാൻസർ രോഗികൾക്ക് 500 പേർക്കെങ്കിലും ഒരു സമയത്ത് ഫ്രീയായി താമസ സൗകര്യവും ഭക്ഷണ സൗകര്യവും അതേപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് സാന്ത്വനമേകുകയും ചെയ്യുന്ന RCCക്ക് സമീപമുള്ള സാന്ത്വന കേന്ദ്രമാണ് ഈ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാസി സംഘടനാ വിങ് അതിന് ആശംസകൾ അർപ്പിക്കുകയും ആശീർവാദങ്ങളും ഏറ്റെടുക്കലുകളും എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും ഒരു കുടക്കീഴിൽ സംഘടിപ്പിച്ചുകൊണ്ട് 200 പേർക്കെങ്കിലും ഹെൽത്ത് അവയർനെസിന്റെയും അതുപോലെയുള്ള മാനസിക ധൈര്യം നൽകുന്നതിന്റെയും എല്ലാം ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതിനുള്ള ഹാളും അതുപോലെ പ്രേരണയും മറ്റുമുള്ള സൗകര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സാന്ത്വന കേന്ദ്രത്തിൽ ഏറ്റവും പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത് ശ്രീചിത്ര മെഡിക്കൽ കോളേജ്, RCC 3 ആശുപത്രികളിലും വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസം പകരലാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. 9 കോടി രൂപ ചെലവിൽ ഇത് ഏറ്റെടുത്ത നമ്മുടെ സംഘടന അതിന്റെ പ്രവർത്തന രംഗത്ത് ഏറെക്കാലമായി ചെയ്യാവുന്നതൊക്കെ RCCക്ക് മുന്നിൽ, ശ്രീചിത്രയ്ക്ക് മുന്നിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ 4 ആംബുലൻസുകൾ സൗജന്യ നിരക്കിൽ സർവീസ് നടത്തുന്നു. ബ്ലഡ് സംഘടിപ്പിച്ചു കൊടുക്കുന്നതിലും എല്ലാ മാസവും കുറഞ്ഞത് 2 ദിവസം 5000 ഭക്ഷണപ്പൊതിയുമായി ആശുപത്രിയുടെ മുമ്പിൽ SYS സാന്ത്വനം വളണ്ടിയേഴ്സ് എത്തുമ്പോൾ ആ ഭക്ഷണം തീരുന്ന മുറയ്ക്ക് നീണ്ട ക്യൂ കണ്ടുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോരലാണ് പതിവ്. വേദനിക്കുന്ന ക്യാൻസർ രോഗികൾക്ക് 24 മണിക്കൂറിൽ കൂടുതൽ അഡ്മിഷൻ നൽകാൻ കഴിയാത്തത്ര തിരക്കുള്ള റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ പരിസര പ്രദേശങ്ങളിൽ ലോഡ്ജ് എടുത്ത് താമസിക്കാൻ, ഒരു രാത്രി തങ്ങാൻ സാമ്പത്തികമില്ലാത്തവരെ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവരെ, ജാതിയും മതവും നോക്കാതെ പരിരക്ഷിക്കുന്നതിനാവശ്യമായൊരു സംവിധാനം അടിയന്തിരമായി വേണമെന്ന് പറഞ്ഞപ്പോൾ കാന്തപുരം ഉസ്താദിന്റെ ആ മഹത്തായ സംഘടനാതല പ്രഖ്യാപനം പ്രവർത്തകർ മുഴുവൻ ഏറ്റെടുക്കുകയും അതിന് സാക്ഷാത്കാരത്തിന്റെ നിമിഷം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. എത്രയും വേഗം അത് സാക്ഷാത്കരിച്ച് കഴിവതും വേഗം ആ രോഗികൾക്ക് വേണ്ടുന്ന ആശ്വാസം പകരുമ്പോൾ
10,000 രോഗികൾക്ക് 10,000 മെഡിക്കൽ കാർഡുകൾ 10,000 രൂപക്കുള്ളത് സ്റ്റേറ്റ് കമ്മിറ്റിയും വീണ്ടും 10,000ങ്ങൾക്ക് ജില്ലാ സോൺ കമ്മിറ്റികളും നൽകിക്കൊണ്ടിരിക്കുന്ന നിരന്തര സംവിധാനങ്ങൾ, ഭവന നിർമ്മാണം, നേരത്തെ ദാറുൽ ഖൈർ എന്ന് പ്രഖ്യാപിച്ച നിരവധി ഭവനങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി ആ മേഖലയിൽ മുന്നോട്ടു പോകുന്ന, ആകസ്മിക ദുരന്തങ്ങൾക്ക് നിവാരണവും പരിഹാരവും കാണാൻ വളരെ പെട്ടെന്ന് ഇടപെടുന്ന, അതുപോലെ പ്രകൃതിക്ഷോഭങ്ങൾക്ക് ഇരയാകുന്നവരെ കണ്ണീരൊപ്പാൻ കടന്നുവരുന്ന മഹത്തായ സംഘടനാ സംവിധാനവും നേതൃത്വവും സജീവ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഇന്ന് തുടക്കം കുറിക്കുന്ന സാന്ത്വന കേന്ദ്രത്തിന് മഹത്തായ ആദ്യത്തെ ഘട്ടം പൂർത്തിയാക്കുന്നത് 4 നിലയിൽ 24,000 സ്ക്വയർ ഫീറ്റാണ്. ഇൻഷാ അല്ലാഹ് 9 കോടിയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുന്ന ഈ പദ്ധതിക്ക് നിങ്ങളെല്ലാവരുടെയും ഹൃദയ സംബന്ധിയായ സഹകരണവും സഹായവും ഉണ്ടാകണമെന്നും, വിശേഷിച്ചും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും മറ്റ് രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നും സർവാത്മന പിന്തുണയുണ്ടെങ്കിൽ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ SYS എന്ന മഹാപ്രസ്ഥാനം കണ്ണീരൊപ്പുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച് അതുല്യമായി മുന്നോട്ട് പോകുന്നുവെന്ന് ഗവൺമെന്റ് ഏജൻസികൾ പോലും വളരെ ശക്തമായി പ്രഖ്യാപിച്ച ഈ സംഘടനയുടെ സാന്ത്വന തീരത്ത് സായുജ്യമാവാൻ ഈ അനന്തപുരിയുടെ ഹൃദയത്തിൽ കേരളത്തിൽ മാത്രമല്ല പരിസര സ്റ്റേറ്റുകളിൽ നിന്ന് പോലും രോഗികളെത്തുന്ന RCCയിൽ വരുന്നവർക്കും ശ്രീചിത്രയിൽ വരുന്നവർക്കും അതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രാദേശിക ചികിത്സയ്ക്ക് വരുന്നവർക്കും ഉപകാരമാകും ആകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് മഗ്‌രിബ് നിസ്കാരത്തിനോട് കൂടെ ഈ ചടങ്ങ് അവസാനിക്കാനുള്ളതിനാൽ വിശദീകരണത്തിലേക്ക് കടക്കാതെ ആ ധന്യമുഹൂർത്തത്തിന് സാക്ഷിയാകാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തി വാക്കുകൾക്ക് തൽക്കാലം വിട. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതര സുഹൃത്തുക്കൾക്ക് പ്രസ്ഥാനമായ SYSന്റെ 1000 സാന്ത്വന പ്രവർത്തനങ്ങളുടെ അഭിവാദ്യങ്ങൾ. പ്രിയമുള്ളവരെ, ഈ മഹത്തായ സാന്ത്വന കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കേണ്ടിയിരുന്നത് ഞങ്ങൾ സമീപിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി എന്ത് പ്രയാസങ്ങളുണ്ടായാലും ഞാൻ വരുമെന്ന് പറഞ്ഞ് ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഞങ്ങളോട് ഏറ്റിരുന്നത്. പക്ഷെ ഇന്ന് കൊച്ചിയിലുണ്ടായ ആകസ്മികമായ ഒരു ദുരന്തം ഈ സമ്മേളനം ദുഃഖം രേഖപ്പെടുത്തുന്നു. ആ ദുരന്ത സ്ഥലത്തേക്ക് വളരെ പെട്ടെന്ന് പോവേണ്ടതുള്ളതുകൊണ്ട് അദ്ദേഹം വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് കൊച്ചിയിലേക്ക് പോയിരിക്കുകയാണ്. എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയും എല്ലാ രൂപത്തിലുള്ള സഹായങ്ങളും എന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പ്രത്യേകം നേതൃത്വത്തോടും പ്രവർത്തകരോടും നിങ്ങൾ പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. അദ്ദേഹം ആ ഒരു ദുരന്ത ഭൂമിയിലേക്കുള്ള യാത്രയായതുകൊണ്ട് നമ്മളത് ഉൾക്കൊള്ളുകയാണ്. ഈ സാന്ത്വന കേന്ദ്രത്തിന്റെ ഔപചാരികമായ ശിലാസ്ഥാപന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ MLA മുരളീധരൻ സാർ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംസാരത്തിന് മുമ്പ് ശിലാസ്ഥാപന കർമ്മം ബഹുമാനപ്പെട്ട AP ഉസ്താദ് നിർവഹിക്കുന്നു. ആ ചടങ്ങ് കഴിഞ്ഞ ഉടനെ MLA അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഉണ്ടാകും. ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ ഈ സാന്ത്വന കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
കൂടുതൽ സംസാരിക്കുന്നില്ലെങ്കിൽ രണ്ട് മൂന്ന് വാക്കുകൾ നിങ്ങളോട് പറയാനുണ്ട്. ഇടക്ക് നമ്മുടെ മുരളീധരൻ സാർ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കും. അതിനുശേഷം എന്റെ പ്രസംഗം ഉണ്ടാക്കുമെന്ന് അറിയിക്കുന്നു. അദ്ദേഹത്തിന് ഒരു യോഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണെന്ന് പറഞ്ഞു നിങ്ങൾ ആദ്യമായി സമയം കൊടുക്കും. ഏതായാലും ഇങ്ങനെയുള്ള ആളുകളും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ സാധിച്ചു എന്ന് നമ്മുടെ സാന്ത്വനത്തിന്റെ ഒരു പ്രധാന ഭാഗമാകുന്നു. എത്രയും ബഹുമാന്യനായ കാന്തപുരം ഉസ്താദ്, വേദിയിലുള്ള നിയമസഭയിലെ സഹപ്രവർത്തകരായ ശിവൻകുട്ടി, അതുപോലെ രാജേട്ടൻ, പന്ന്യൻ രവീന്ദ്രൻ, പ്രിയപ്പെട്ട മതപണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, ഒരു ധന്യമായ ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. SYSന്റെ സ്വാതന്ത്ര്യ കേന്ദ്രമാണ് ഇവിടെ ഇപ്പോൾ തറക്കല്ലിട്ടത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുക്കാമെന്ന കാലത്തും എന്നോട് പറഞ്ഞു 6 മണിക്കുള്ളിൽ ഞാൻ എന്ന് സൂചിപ്പിച്ചാണ്. അപ്പോഴാണ് പെട്ടെന്നുണ്ടായൊരു ബോട്ട് ദുരന്തം. ഒരു വള്ളത്തിൽ തട്ടിയൊരു ബോട്ട് കുറുകെ പളരുകയും 6ഓളം ആളുകൾ മരണപ്പെടുകയും ചെയ്തു. 28 പേർ രക്ഷപ്പെട്ടു. കാര്യങ്ങളൊക്കെ ഇവിടെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചത്. ഏതായാലും ഈ സാന്ത്വന കേന്ദ്രം എന്ന് പറയുമ്പോൾ വളരെ അതിലൊരു ചാരിതാർത്ഥ്യമുള്ളത് ദിനം പ്രതി നിരവധി രോഗികളാണ് ക്യാൻസർ രോഗം വന്ന് നമ്മുടെ തലസ്ഥാനത്ത് RCCയിൽ ചികിത്സയ്ക്ക് വരുന്ന മഹാഭൂരിപക്ഷം രോഗികൾ നമുക്കറിയാം. വൈകുന്നേരം മലബാറിൽ നിന്ന് വരുന്ന 48 ഏതാണ്ട് മിക്ക യാത്രക്കാരും ക്യാൻസർ രോഗികളാണ് ഇവിടെ ട്രീറ്റ്മെന്റ് വരിക. പലപ്പോഴും പലരും അവരെ പറ്റിക്കാറുണ്ട്. ചില ആളുകൾ ചില സ്ഥലത്തേക്കൊക്കെ കൂട്ടിക്കൊണ്ടുപോകാനും കൂടുതൽ ചെലവ് അവരുടെ പോക്കറ്റിൽ നിന്നുള്ളത് രോഗവും വന്നു, പോക്കറ്റിലുള്ളതും കൂടെ കാര്യമാക്കുക. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ. മാത്രമല്ല ഇന്നിപ്പോ ക്യാൻസർ രോഗം നമ്മുടെ പലയിടത്തും പറന്ന് പിടിക്കും. പറയാൻ കാരണം ഒന്ന്, ഇവിടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷാംശം കലർന്ന മരുന്ന് സ്പ്രേ ചെയ്തിട്ടുള്ള പച്ചക്കറികൾ. അതിനു പുറമെ ഈ മാലിന്യം കലർന്ന അശുദ്ധവായുവാണ് ഇപ്പോൾ നമ്മൾ ശ്വസിക്കുന്നത്. ഇത് രണ്ടും കാരണം ഈ നമ്പർ വളരെ കൂടുതലാണ്. ഇപ്പൊ ഞാനും ശിവൻകുട്ടിയൊക്കെ ഒരു ദിവസം ഞങ്ങൾ 6-7 മരണ വീടുകൾ സന്ദർശിക്കാറുണ്ട് ഞങ്ങളുടെ നിയോജകമണ്ഡലത്തിൽ. മുമ്പൊക്കെ 1ഉം 2ഉം ക്യാൻസർ രോഗികളാണ് മരിച്ചെങ്കിൽ ഇന്ന് ഞാൻ 4 മരണ വീടുകൾ സന്ദർശിച്ചപ്പോൾ 4 രോഗികളും മരിച്ചത്. ഇപ്പൊ ഇതിന്റെ നമ്പർ കൂടുക. അപ്പൊ അങ്ങനെ വരുമ്പോ തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് ഇപ്പൊ ഇവിടെയുള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, അവർക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് വരാം. പക്ഷേ നമ്മുടെ മലബാർ പ്രദേശത്തൊക്കെ വരുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു തങ്ങാനും അതുപോലെ തന്നെ അവർക്ക് നല്ലൊരു പരിചരണം കിട്ടാനും ഇതുപോലത്തെ ഒരു കേന്ദ്രം വളരെ അത്യാവശ്യം. അത് എന്റെ നിയോജകമണ്ഡലത്തിലാണ് അത് വരുന്നത് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷപ്രദമാണ്. മന്ത്രി ശിവകുമാരോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇത് ഈ സാന്ത്വന കേന്ദ്രം തീർച്ചയായും ഒരുപാട് രോഗികളെ ഒരു അത്താണിയായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് സർവശക്തന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉസ്താദിന്റെ ഒരു സ്ഥാപനം എന്റെ നിയോജകമണ്ഡലത്തിൽ വരുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എന്റെ കോഴിക്കോടുള്ളപ്പോൾ അവിടെ ഹെഡ് ഓഫീസായിരുന്നുവെങ്കിൽ ഇവിടെ ഒരു സാന്ത്വന കേന്ദ്രം, അങ്ങനെ ഈ ബന്ധം ഏതായാലും ശക്തമായി മുന്നോട്ട് പോകുന്നതിന്റെ ഒരു ഉദാഹരണമാണ്. എല്ലാ മംഗളങ്ങളും ഈ സ്ഥാപനത്തിന് ഐശ്വര്യം ഉണ്ടാവട്ടെ. ഒരുപാട് രോഗികളുടെ രോഗം മാറാനുള്ള ഒരു അത്താണിയായി സർവശക്തനെതിരെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കും. നമ്മുടെ പ്രിയങ്കരനായ ഹെൽത്ത് മിനിസ്റ്റർ VS ശിവകുമാർ സാർ നമ്മോട് സംവദിക്കുകയും നമ്മുടെ പ്രോജക്റ്റ് അനാച്ഛാദനം ചെയ്ത് പ്രദർശിപ്പിക്കുകയും ചെയ്യും. ആദരപൂർവം ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ പ്രഭാഷണത്തിന് മുമ്പ് മിനിസ്റ്റർ അവരുകളെ ക്ഷണിക്കുന്നു.
ബഹുമാനായ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ കാന്തപുരം ശ്രീ എ പി അബൂബക്കർ മുസ്ലിയാർ അവർകൾ, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാനായ ശ്രീ സയ്യദ് ഇബ്രാഹിം ഖലീലുദ്ദീൻ ഖുരാരി അവർകൾ, ശ്രീ പി എ മുഹമ്മദ് കുഞ്ഞ് സഖാഫി, ബഹുമാനായ ശ്രീ കെ മുരളീധരൻ MLA, ബഹുമാനായ ശ്രീ മുൻ കേന്ദ്രമന്ത്രി ശ്രീ ഒ രാജഗോപാൽ അവർകൾ, ബഹുമാനായ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ മുൻ MP, ഇവിടെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ശ്രീ KT ജലീൽ MLA ഞാൻ കണ്ടില്ല, പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ശ്രീ ജലീൽ, ശ്രീ PH ഹൈദൂസ് മുസ്ലിയാർ, ശ്രീ KK മുഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, ശ്രീ KP അബൂബക്കർ മുസ്ലിയാർ പട്ടുവം, ശ്രീ വണ്ടൂർ അഹമ്മദ് റഹ്മാൻ ഫൈസി, ശ്രീ മജീദ് കക്കാട്, ശ്രീ സൈഫുദ്ദീൻ ഹാജി ഉൾപ്പെടെ വേദിയിൽ സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാനരായ മറ്റു സഹോദരന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നിവിടെ തിരുവനന്തപുരത്തുള്ള സമസ്ത കേരള സുന്നി യുവജന സംഘം ആതുര സേവന രംഗത്ത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രീകരിക്കുന്നതിന് നമ്മുടെ ഇവിടെ RCC പോലെയുള്ള ക്യാൻസർ ചികിത്സാ രംഗത്ത് നിർമ്മിക്കുന്ന ബഹുനില കെട്ടിടത്തിന്റെ അവിടെ എത്തിച്ചേരുന്ന രോഗികൾക്ക് താമസിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ബഹുനില കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ചടങ്ങിൽ നിർവഹിക്കാമെന്ന് ഏറ്റത്. പക്ഷേ അദ്ദേഹം ഞാനും ഈ പരിപാടിയിൽ അദ്ദേഹത്തോടൊപ്പം പങ്കെടുക്കും എന്ന് നേരത്തെ തന്നെ സമ്മതിച്ചിരുന്നതാണ്. അപ്പോൾ ഇതിനായി ഉസ്താദ് ഈ കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയോടും ഞങ്ങളോടൊക്കെ ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയുന്നതുമാണ്. അപ്പോൾ ഇന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവം, കൊച്ചിയിൽ ബോട്ട് മറിഞ്ഞ് നമ്മുടെ 7-8ഓളം നമ്മുടെ സഹോദരന്മാരും കൊച്ചുകുട്ടികളും മരണപ്പെട്ട വിവരം നമ്മളെല്ലാവരും അറിഞ്ഞ ഒരു സാഹചര്യമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ ചടങ്ങ് അവിടെ സംഭവ സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടി വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചടങ്ങിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയാത്തത്. നിർബന്ധമായും ഞാനും ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് എന്നോട് അദ്ദേഹം വിളിച്ച് പ്രത്യേകം ഏർപ്പെടുത്തുകയുണ്ട്. അല്ലെങ്കിൽ ഞാൻ വരാനിരുന്നതാണ്, പക്ഷെ ഞാൻ മലയെങ്കിലും ഒരു പരിപാടിയായിരുന്നു മുഖ്യമന്ത്രി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് എത്തിച്ചേരാത്തത്. അഭ്യുന്നതനായ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ നേതാക്കന്മാർ ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഇവിടെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ളത് മുഖ്യമന്ത്രിക്കും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ അസൗകര്യം ഇവിടെ അറിയിക്കണം എന്ന് പ്രത്യേകം എന്നോട് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഇത്തരത്തിൽ ഇവിടെ ഒരു സാന്ത്വന കേന്ദ്രം തിരുവനന്തപുരത്ത് RCCയുടെ ചികിത്സയ്ക്ക് എത്തിച്ചേരുന്ന ആളുകൾക്ക് വേണ്ടി അവർക്ക് താമസിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു വലിയ കെട്ടിടത്തിന് സമുച്ചയത്തിനാണ് ഇവിടെ ഇന്നിപ്പോൾ തറക്കല്ലിടുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കേരളത്തിൽ നമുക്കറിയാം ഇന്ന് ക്യാൻസർ ചികിത്സാ രംഗത്ത് വളരെയധികം ആ മേഖലയിൽ വളരെയധികം ആളുകൾ ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് RCCയിൽ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ എത്തിച്ചേരുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിലുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നീണ്ടു നിൽക്കുന്ന ചികിത്സ വരുമ്പോൾ കൂടെ വരുന്ന ആളുകൾക്കും രോഗികളായിട്ടുള്ള ആളുകൾക്കും ഇവിടെ താമസിക്കുന്നതിനുള്ള സൗകര്യമില്ലായ്മ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് പല ലോഡ്ജുകളിലും അതുപോലെ തന്നെ മറ്റു ബന്ധുവീടുകളിലും വളരെയധികം ബുദ്ധിമുട്ടി താമസിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സംരംഭത്തിന് SYS സാന്ത്വന കേന്ദ്രം തുടങ്ങുന്നതിലേക്ക് വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. ഇവിടെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എപ്പോഴും ഞാനും പങ്കെടുക്കുന്നയാളാണ്. അപ്പോൾ ഇതൊരു വലിയ അനുഗ്രഹമായി തീരും ഈ RCCയിൽ ചികിത്സയ്ക്ക് വരുന്ന ആളുകൾക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മളെല്ലാവരുടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ
ഈ കേരള സുന്നി യുവജന സംഘം ഏറ്റെടുത്ത് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലകളിൽ പാവപ്പെട്ട ആളുകളെ സഹായിക്കുവാൻ, രോഗികളെ സഹായിക്കുവാൻ, വിദ്യാഭ്യാസ മേഖലയിൽ അതുപോലെയുള്ള വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ രംഗത്ത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും വലിയൊരു സംരംഭമായ ഈ സാന്ത്വന കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഞാനും ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ന് ആരോഗ്യ പരിപാലന രംഗത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. ഇന്ത്യയിൽ മറ്റേത് മേഖലയേക്കാൾ കൂടുതലായി മുൻപന്തിയിൽ നിൽക്കുന്നു ആരോഗ്യ രംഗത്തുള്ള നേട്ടങ്ങളുടെ കാര്യം. ഈ വർഷം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് 2-3 കാര്യങ്ങളിൽ അവാർഡ് തന്നെ ലഭ്യമായി. ശിശു സൗഹൃദ സംസ്ഥാനത്ത്, ഇന്ത്യയിലെ ഏറ്റവും നല്ല ശിശു സൗഹൃദ സംസ്ഥാനം. അതുപോലെ തന്നെ അമ്മമാരുടെ മരണനിരക്ക് 93-ൽ നിന്നും 61-ലേക്ക് കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. 1 ലക്ഷം പ്രസവം നടക്കുമ്പോൾ ഇന്ത്യയുടെ ആവറേജ് എന്ന് പറയുന്നത് 175-നും 200-നും ഇടയ്ക്കാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എങ്കിലും പുതിയ വലിയ വെല്ലുവിളികൾ നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജീവിതശൈലി രോഗങ്ങൾ. ആ ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്യാൻസർ രോഗം. ഇന്ന് വളരെയധികം ക്യാൻസർ രോഗികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊള്ളു. ഒരു വർഷം 50,000-ഓളം ക്യാൻസർ രോഗികൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഒരു അനൗദ്യോഗികമായ കണക്ക്. ഇതിനെക്കുറിച്ച് പഠിക്കുവാനും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പഠനം നടത്തി ഇതിന്റെ കാരണമെന്താണ്, ഇതിനുള്ള പോംവഴി എന്താണ്, മാർഗങ്ങൾ എന്താണെന്ന് തടയുന്നതിലേക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാനും ഇതിന്റെ രജിസ്റ്റർ തയ്യാറാക്കുന്നതിലേക്കും വേണ്ടി ഒരു പുതുതായിട്ടൊരു കമ്മിറ്റിയെ തന്നെ RCC ഡയറക്ടറും ക്യാൻസർ ചികിത്സാ രംഗത്തെ വിദഗ്ധ ആളുകളുടെയും ഒരു കമ്മിറ്റി തന്നെ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അതൊക്കെ മറ്റൊരു വശമാണ്. പക്ഷെ ഇന്ന് ക്യാൻസർ ചികിത്സ അത് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. കേരളത്തിലെ ഗവൺമെന്റ് ഇതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുകയാണ്. ഇന്ന് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ സൗജന്യമായ ക്യാൻസർ ചികിത്സ കേരളത്തിൽ നമ്മൾ കൊടുക്കുകയാണ്. 2 പദ്ധതികൾ. ഒന്ന്, 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും എല്ലാ ചികിത്സയും ഇന്ന് ഏത് മാരകരോഗം ഉണ്ടായിരുന്നാലും കേരളത്തിൽ സൗജന്യമാണ്. ആരോഗ്യ കിരണം പദ്ധതിയിലൂടെ 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ചികിത്സ കൊടുക്കുന്നു. അതിൽ ക്യാൻസർ ചികിത്സയും നമ്മൾ സൗജന്യമാണ്. അതുപോലെ തന്നെ സുഹൃതം എന്നൊരു പദ്ധതി കേരളത്തിൽ നമ്മൾ നടപ്പിലാക്കുകയാണ്. ആ സുഹൃതം പദ്ധതിയിലൂടെ കേരളത്തിലെ 35 ലക്ഷത്തോളം വരുന്ന BPL കുടുംബങ്ങൾക്ക് ഇന്ന് കേരളത്തിലെ 8 സ്ഥാപനങ്ങളിലൂടെ സൗജന്യമായ ചികിത്സ നമ്മൾ കൊടുക്കുകയാണ്. തിരുവനന്തപുരം RCC, മലബാർ ക്യാൻസർ സെന്റർ, 5 മെഡിക്കൽ കോളേജുകൾ, എറണാകുളം ജനറൽ ആശുപത്രി, ഇത്രയും കേന്ദ്രങ്ങളിലൂടെ കേരളത്തിലെ BPL-കാരായിട്ടുള്ള 35 ലക്ഷം കുടുംബങ്ങൾക്ക് ഇന്ന് സുഹൃതം പദ്ധതിയിലൂടെ ക്യാൻസർ ചികിത്സ സൗജന്യമാണ്. നമ്മുടെ മെഡിക്കൽ കോളേജുകളെ മുഴുവൻ മിനി RCC-കളാക്കി നമ്മൾ മാറ്റുകയാണ്. എല്ലാ ജില്ലകളിലും ഒരു ആശുപത്രി ക്യാൻസർ കെയറിന്റെ വേണ്ടിയുള്ള ഒരു ചികിത്സാ കേന്ദ്രമാക്കി നമ്മൾ മാറ്റുകയാണ്. എറണാകുളത്ത് ഒരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്, 450 കോടി രൂപയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള പദ്ധതിയുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. മലപ്പുറത്ത് ഇന്ത്യന്റെ നേതൃത്വത്തിൽ ഒരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നു. ഇതൊക്കെ ചികിത്സാ രംഗത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. പക്ഷെ ഗവൺമെന്റ് മാത്രം ഈ കാര്യങ്ങൾ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സാന്ത്വനമേകാൻ കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനം ഇത്തരത്തിലൊരു സാന്ത്വന കേന്ദ്രം ആരംഭിക്കുന്നത് നമ്മുടെ രോഗികളായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് തന്നെ ഏറ്റവും മഹത്തരമായ ഒരു കാര്യമായി സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് നമ്മോട് സംവദിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على سيدنا محمد وآله وأصحابه أجمعين. أما بعد. പ്രവാചക പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സ് തികഞ്ഞപ്പോൾ
നുബുവത്ത് റിസാലത്ത് എന്ന സ്ഥാനം ലഭിച്ചു. അഥവാ നബിയായി റസൂലായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇത് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ കഴിഞ്ഞകാല ചരിത്രം അറിയുന്നതുകൊണ്ട് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ അമ്പിയാക്കൾ പലരും കൊല്ലപ്പെട്ടു പോയവരുണ്ട്, മറ്റ് അക്രമങ്ങൾ ചെയ്യപ്പെട്ടവരുണ്ട്, ജനങ്ങൾ ശല്യം ചെയ്തിട്ട് ബുദ്ധിമുട്ടിയവർ ഉണ്ട്. അതുപോലെ ഞാൻ ഈ ഏറ്റെടുത്ത വസ്തുത പൂർത്തീകരിക്കാൻ കഴിയാതെ വരുമോ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംശയിക്കുകയും മനുഷ്യ പ്രകൃതിപരമായ ഒരു പരിഭ്രമം അവിടത്തേക്ക് വരികയും ചെയ്തു. ബുദ്ധിമാന്മാർ അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഈ ചെറിയൊരു പരിപാടി ഇവിടെ നാം സംഘടിപ്പിച്ചു. പക്ഷേ പ്രമുഖരായ എല്ലാവരെയും ക്ഷണിച്ചു എന്ന നിലക്ക് നമ്മുടെ പരിപാടി വളരെ വലുതാണ്. തിരുവനന്തപുരം സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടത്തിയ സമ്മേളനം അത് മറ്റൊരു നിലക്ക് വലുതാണെങ്കിൽ ഇത് വേറെ ഒരു നിലക്ക് പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഇത് കഴിയുന്നത് വരെ ശരിക്ക് നടത്താൻ സാധിക്കുമോ ഇല്ലയോ എന്ന് സംശയിക്കുകയും ബേജാറാവുകയും ചെയ്യുന്നത് ബുദ്ധിമാന്മാരുടെ അടയാളമാണ്. ബുദ്ധിയില്ലാത്തവർക്ക് എന്തും എങ്ങനെയും ആവാം. അതുപോലെ ഞാൻ ഏറ്റെടുത്ത ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുമോ ഇല്ലയോ, ശത്രുക്കളുടെ ശത്രുതയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്ന് പരിഭ്രമിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹധർമ്മിണിയായ ഖദീജ റളിയല്ലാഹു അൻഹ അവിടെ വന്ന് സമാധാനിപ്പിക്കുന്നു. വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദ, അല്ലാഹു തങ്ങളെ ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ല. അതിന് കാരണമായി 4 കാരണമാണ് പ്രധാനമായി പറഞ്ഞത്. കഴിഞ്ഞുപോയ 40 കൊല്ലത്തെ ജീവിതത്തിൽ ഇന്നക ലതഹ്മിലുൽ കല്ല, പാവപ്പെട്ടവരെയും കട്ടപ്പെട്ടവരെയും അനാഥ അഗതികളെയും രോഗികളെയും വിഷമിച്ചവരെയും പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് സഹായം ചെയ്യുന്ന വ്യക്തിയാണല്ലോ തങ്ങൾ. കഴിഞ്ഞ 40 കൊല്ലം പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന മഹൽ വ്യക്തിയാണ് തങ്ങൾ. അത് ചെയ്യുന്നവരെ അള്ളാഹു പരാജയപ്പെടുത്തില്ല. രണ്ടാമത്തത് തസ്ലുർ റഹിമ, കുടുംബ ബന്ധം, ചാർച്ച ബന്ധം അത് നിലനിർത്തുന്ന ആളാണ് തങ്ങൾ. അവരെയും അള്ളാഹു പരാജയപ്പെടുത്തില്ല. മൂന്നാമത്തത് തസ്തുഖുൽ ഹദീസ, സത്യം മാത്രം പറയുന്ന ആളാണ്, കളവ് പറയാത്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് കളവ് പറയാത്ത ആളെയും അല്ലാഹു തആല പരാജയപ്പെടുത്തുകയില്ല. നാലാമത്തത് വതുഈനു അലാ നവാഇമിൽ ഹഖ്, സത്യവും അസത്യവും കൂടി ഏറ്റുമുട്ടുമ്പോൾ സത്യത്തിന്റെ ഭാഗത്ത് ഉറച്ചു നിൽക്കുന്ന വ്യക്തിയും ആണ്. ഈ 4 ഗുണം ഒരു മനുഷ്യനിൽ ഉണ്ടോ ഒരിക്കലും അവർ പരാജയപ്പെടുകയില്ല എന്ന് പറയുന്നതിൽ പ്രധാനമായ ഒരു ഘടകമാണ് അനാഥകളെയും അഗതികളെയും അതുപോലെ പാവപ്പെട്ടവരെയും സംരക്ഷിക്കുക എന്ന പ്രവർത്തനം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അൽഹംദുലില്ലാഹ്, സമസ്ത കേരള സുന്നി യുവജന സംഘം നീണ്ട 60 കൊല്ലം ഇവിടെ പ്രവർത്തിച്ച് വളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭം കേരളത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായ ആസ്ഥാനമായ തിരുവനന്തപുരത്ത് രോഗികളെ സഹായിക്കാൻ വലിയ ഒരു കേന്ദ്രം നിർമ്മിക്കാൻ
പ്രവർത്തിച്ചു, ആരംഭിച്ചു എന്ന് പറയുമ്പോൾ അത് നമുക്ക് വളരെ സന്തോഷമാണ്. നേരത്തെ മുഹമ്മദ് കുഞ്ഞ് സഖാഫി വിവരിച്ച കൂട്ടത്തിൽ ഏതാനും ചില കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും മറ്റ് ഒരുപാട് മെഡിക്കൽ കോളേജുകളിൽ ഇന്ന് തന്നെ രോഗികളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ആംബുലൻസുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് മറ്റ് സൗകര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരള യാത്ര നടത്തിയപ്പോൾ നമ്മുടെ ഗേട്ടി ജലീൽ സാഹിബ് അടക്കമുള്ളവരാണ് അവിടെ ഒരു ക്യാൻസർ സെന്ററിൽ കിണർ വേണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ പെട്ടെന്ന് മൂളിപ്പോയി കൊടുക്കാതെ ഏറ്റുപോയി. പിന്നെ കുഴിച്ചു നോക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് 2-3 ലക്ഷം ഉറുപ്പികയുടെ വലിയ പദ്ധതിയാണ് പിന്നീട് മനസ്സിലായത്. മറ്റ് സാധാരണ കിണർ ഒരു 25,000 ഉറുപ്പിക കൊണ്ട് കഴിയുന്നതാ. ഇത് കുഴിച്ചു നോക്കുമ്പോൾ തീരുന്നില്ല. താഴോട്ട് വെള്ളം പുഴേന്റെ അപ്പുറത്തെത്തോളം വെള്ളം കിട്ടണമെങ്കിൽ ഏതായാലും കുഴിച്ചു കൊണ്ട് കെട്ടി നന്നാക്കി കൊടുത്ത് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ധാരാളം കിണറുകളും ധാരാളം പ്രവർത്തനങ്ങളും SYS ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിന് പുറത്ത് അൽഹംദുലില്ലാഹ് വെസ്റ്റ് ബംഗാളിൽ ഈയിടെയായി ഏകദേശം 500-ലധികം കിണറുകൾ ഞങ്ങൾ കുഴിച്ചു കൊടുത്തിട്ടുണ്ട്. 500-ലധികം കിണറുകൾ കുഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീടുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. ആസാമിലും ത്രിപുരയിലും മധ്യപ്രദേശിലും ഹരിയാനയിലും മറ്റ് ഇന്ത്യയുടെ ഭാഗങ്ങളിലെല്ലാം ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ഇത്തരം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന സ്ഥലത്ത് അവരുടെ സർവ പ്രവർത്തനങ്ങളിലും ഭാഗവാക്കാവുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അസാമിൽ ഒരുപാട് ജനങ്ങൾ കുടിയൊഴിക്കപ്പെടുകയും അവരെ വീടുകൾ പൊളിച്ച് എറിയപ്പെടുകയും ചെയ്തപ്പോൾ അവിടെയും ഓടിയെത്താൻ നമ്മുടെ SYSന്റെയും SSFന്റെയും പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെയും ചെറിയ തോതിലുള്ള വീട് നിർമ്മാണങ്ങളും പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുജറാത്തിൽ എത്രയോ അധികം സ്കൂളുകളും പ്രവർത്തനങ്ങളും ഞങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ മുഴുവൻ സ്റ്റേറ്റുകളിലും മുഴുവൻ ഭാഗങ്ങളിലും ഞങ്ങളുടെ പ്രവർത്തനം കഴിവിന്റെ പരമാവധി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് ഏറ്റവും വലിയ സഹായവും സഹകരണവും ചെയ്തുകൊണ്ടിരിക്കുന്നത് ദേശീയ ഇവിടെ അവരെ കഴിയുന്നത് ഇവിടെ കൈമാറിയത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ അവർ ചെക്കുകൾ അയച്ച് പ്രവർത്തകരുടെയും നാട്ടിലുള്ള പ്രവർത്തകരുടെയും ധാരാളം ചെറിയ 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 സംഭാവനകളിലൂടെയാണ് ഇതെല്ലാം നടത്തിക്കൊണ്ടുപോകുന്നത്. കോടികൾ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിവെച്ചിട്ട് അല്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മ 10 ടൺ കമ്പി സംഭാവന ചെയ്തു. അല്ലാഹു തആല അത് ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു അത് സ്വീകരിക്കട്ടെ. അത് കണ്ടിരിക്കുന്നതാണ് നാളെ തന്നെ നമുക്ക് പണി തുടങ്ങണം. നമ്മളെ പണി അങ്ങനെ ഈ തിരുവെടുത്തിട്ട് നടത്തല, അല്ലാതെ യാതൊരു പണിയും നമ്മളെത്തില്ലല്ലോ. അതുകൊണ്ട് സ്വീകരിക്കൂല എന്നാരും പേടിക്കണ്ട. നമ്മളെ കയ്യിൽ സ്റ്റോക്കൊന്നും വെച്ചിട്ടില്ല. എല്ലാവരും തരണം. കമ്പിയും സിമന്റും മണലും പൂഴും ഇതൊക്കെ ഈ ഗവൺമെന്റുകൾ മാറി 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 വന്നിട്ടും ഈ മണൽ പിടിച്ചിട്ടുള്ള ലോറികൾ ഉണ്ടല്ലോ, കോടാനകോടി ഉറുപ്പിക്കുന്നത് റോട്ടുമേൽ നശിച്ചെടുക്കുന്നത്. അതെന്താ ഒരു പരിഹാരം വരെ കാണാത്തത്? കോടിക്കണക്കിൽ ഉറുപ്പിന്റെ ലോറികളും അതുപോലെ ടാങ്കർ ലോറിയും മറ്റ് സാധനങ്ങളും റോട്ടുമേൽ ഇങ്ങനെ കിടന്നിട്ട് മുളച്ചു പോവുക. തീ കൊടുത്തിട്ടാലോ എന്ന് വിചാരിക്കും ചിലപ്പോൾ കാണുമോ. പക്ഷെ എനിക്ക് ഞാൻ കൊടുക്കൂല, അവർക്ക് കൊടുക്കാൻ പാടില്ലാത്തതുകൊണ്ട്. പക്ഷെ ഗവൺമെന്റ് എന്താ അത് ചെയ്യാത്തത്? ഒരു ഗവൺമെന്റും അതിലൊരു തീരുമാനം എടുക്കാത്തെന്താ? നമുക്കറിയല്ല. ഇത് ഒരുപക്ഷെ തിരിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ അതിന്റെ വിളിച്ചിട്ട് ഈ ക്രാഫ്റ്റുകൾ ലേലം ചെയ്യുക,
എന്തെങ്കിലും ഒന്ന് ചെയ്ത് റോഡും മുടക്കി ഇട്ടിട്ട് താതവും മുടക്കിയൊക്കെ വളരെ ഞാൻ പോകുമ്പോഴൊക്കെ കാണും 100-200 വാഹനങ്ങളാണ് എല്ലാത്തട്ടും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമുക്ക് ഗവൺമെന്റ് അത് വേണ്ടതുപോലെ ചെയ്തിട്ട് അതും ഇതുപോലത്തെ സ്വാതന്ത്ര്യ പ്രവർത്തനത്തിൽ ചെയ്യാമല്ലോ. അതല്ല ആരോഗ്യമന്ത്രി അദ്ദേഹത്തിന്റെ കഴിവനുസരിച്ച് ഗവൺമെന്റിൽ നിന്ന് ചെയ്യാവുന്നത് ഒക്കെ ചെയ്തത് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും മതിയാവില്ല. തീർച്ചയായും ഇനിയും എല്ലാവരും സഹകരിക്കണം. സംഭാവന തിരിക്കാൻ പോകുമ്പോ നമ്മൾ മന്ത്രിയിലെത്തും ചെല്ലും ഇനി കുറച്ച് കഴിയുമ്പോ തീർച്ചയായും സഹായിക്കും എല്ലാവർക്കും. അങ്ങനെ ഏറ്റവും സന്തോഷമുള്ള ഒരു വിഷയമാണത്. ഞാൻ പോയി കാണാൻ പോയിരുന്നു ഇതിന് മുമ്പ് ഒരു സെന്റർ ഉണ്ടല്ലോ, ആ കണ്ടപ്പോൾ അവിടെയുള്ള ആ ഒരു ദയനീയ അവസ്ഥ കണ്ടതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ചിന്ത ഞങ്ങൾക്ക് വന്നിട്ടുള്ളത് തന്നെ. എന്താണ് അവിടുത്തെ അവസ്ഥ? അതുകൊണ്ട് പിന്നെ വല്ല ജാതിമത ചിന്താഗതികളുണ്ടാവുന്ന ആരും കരുതണ്ട. മനുഷ്യൻ മാത്രമായിട്ടാണ് ഞങ്ങളവിടെ കാണുക. എല്ലാ നിലക്കും മനുഷ്യത്വത്തിന് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാവർക്കും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സ്വീകരിക്കുമാറാകട്ടെ. 30 വർഷമായി ഈ ജില്ലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പെരുമാതുറ സലാം മുസ്ലിയാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതുപോലെ കൊച്ചിയിൽ ഉണ്ടായ ദുരന്തത്തിൽ മരണപ്പെട്ടവരോട് നമ്മുടെ ദുഃഖം അറിയിക്കുന്നു. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും എല്ലാവിധ ഖൈറും പ്രവർത്തിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ഈ ഒരു ചെറിയൊരു പരിപാടി കൂടി ഉണ്ട്. നമ്മളെ പ്രോജക്റ്റ് എന്താ അത് കഴിഞ്ഞോട്ടെ. നമ്മളിപ്പോ ചെയ്തത് പിന്നെ CM-ന്റെ മകനായിട്ട് ഞാൻ ചെയ്തു. എന്നാലും നമ്മൾ ബിൽഡിങ്ങിന്റെ അനാച്ഛാദനം അത് പ്രോജക്റ്റ് മന്ത്രിയും ചെയ്യും. അതിന്റെ പുറമെ മന്ത്രി നല്ലൊരു സംഭാവന വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് എന്നാ പറയുന്നത്. ചെയ്യുന്നല്ല, ചെയ്ത് കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. നോക്ക് മോനെ. الرحمن الرحيم الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم يسر عسيرنا وسهل أمورنا وحصل مرادنا وقل حوائجنا واشفنا واشف مرضانا وبارك لنا في جميع أمورنا يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. രണ്ട് നമുക്ക് എല്ലാവരും രണ്ടുമൂന്ന് ചെറിയ ആശംസയുണ്ട്. എല്ലാവർക്കും നന്ദി പ്രകടനമുണ്ട്. ബഹുമാനപ്പെട്ട KK അഹമ്മദ് മുസ്ലിയാർ SB സംസ്ഥാന ഉപാധ്യക്ഷൻ ആശംസകൾ അർപ്പിക്കുന്നു. നമ്മുടെ ആസ്ഥാന ജില്ലയിൽ തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന സാന്ത്വന കേന്ദ്രത്തിന് ഇവിടെ തറക്കല്ലിട്ട് കഴിഞ്ഞു. എല്ലാ ആശംസകളും സുന്നി സംഘം അതിൻ്റെ അഡ്രസ്സിലാണ് അത് നിർമ്മിക്കപ്പെടുന്നത്. എല്ലാവരുടെയും സഹായങ്ങൾ ആവശ്യപ്പെട്ടു പോയി. SSF സംസ്ഥാന പ്രസിഡന്റ് NB അബ്ദുറസാഖ് സഖാഫി.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ മഹത്തായ സംരംഭത്തിന് അല്ലാഹു തആല എല്ലാവിധ സന്തോഷവും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്മുടെ ധാരാളം നേതാക്കൾ വണ്ടൂരത്രമ്മൻ ഫൗസി, നലീബുള്ള സാഹിബ്, അങ്ങനെ മജീദ് മാസ്റ്റർ തുടങ്ങിയ ഒരുപാട് നേതാക്കൾ നമ്മുടെ വേദിയിലുണ്ടെങ്കിലും സമയം വൈകുന്നത് കൊണ്ട് നമ്മുടെ ICF മെഡലിസ്റ്റ് സെക്രട്ടറി മമ്പാട് സഖാഫി അവറുകളെ ആശംസ അർപ്പിക്കാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് സുരയുജന സംഘത്തിന്റെ സാന്ത്വന പ്രവർത്തനങ്ങളുടെ ആസ്ഥാനമായി സ്ഥാപിക്കുന്ന സാന്ത്വന കേന്ദ്രത്തിന് ICFന്റെ എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. ചെറിയ രീതിയിലാണെങ്കിലും പ്രവാസ ലോകത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് ഇതിൽ ഭാഗവക്കാകാൻ സാധിച്ചത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ വലിയ അനുഭവമായും ഐശ്വര്യമായും കാണുന്നു. പദ്ധതി നേതാക്കൾ ഉദ്ദേശിച്ചതിലും വേഗത്തിൽ പൂർത്തിയായി ജനസേവനത്തിന് തുറന്നു കൊടുക്കപ്പെടാനുള്ള അവസരം എളുപ്പമാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുന്നി വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി കൂടിയായ AK അബ്ദുൽ ഹമീദ് സാഹിബ് ആശംസ അർപ്പിക്കും. അസ്സലാമു അലൈക്കും. എല്ലാവിധ ആശംസകളും നമ്മുടെ ഈ പദ്ധതിക്ക് നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും. SOS ഉപാധ്യക്ഷൻ പാഹാതങ്ങൾ സഖാഫി, സൈദൽ മാസ്റ്റർ ചങ്ങര, മുഹമ്മദ് പറവൂര്, അതുപോലെ മുസ്തഫ കോടൂർ തുടങ്ങിയ ഒരുപാട് നേതാക്കളുണ്ടെങ്കിലും സമയദൈർഘ്യം എന്ന് നന്ദി പ്രകടനം നടത്താൻ വേണ്ടി നേമം സഖാഫിയെ ക്ഷണിക്കും. ശേഖർ സംഘം കൺവീനർ നേമം സഖാഫിയെ നന്ദി പ്രകടനത്തിനു വേണ്ടി ക്ഷണിക്കും. അസ്സലാമു അലൈക്കും. ഇത് ശിലാസ്ഥാപന കർമ്മമാണ്. നമ്മുടെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമല്ല. ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് സംഘടിപ്പിച്ച ഈ പ്രോഗ്രാമിന് ഇതിലേറെ ആളുകൾ താഴെ ഈ ഹാളിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടനുഭവിച്ച് നിൽക്കുന്നതിൽ ഖേദം പ്രകടിപ്പിക്കുന്നതോടൊപ്പം തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതിയുടെ അനിവാര്യതയാണ് ഈ പ്രോഗ്രാമിലേക്ക് നമ്മുടെ സുഹൃത്തുക്കൾ വളരെ ആവേശത്തോടു കൂടി എത്തിയത്. ഇതിനുവേണ്ടി ആത്മാർത്ഥമായി സഹകരിച്ച സംഘടനാ പ്രവർത്തകർ, വളരെയേറെ സന്തോഷത്തോടും ആവേശത്തോടും ഇവിടെ എത്തിയ മീഡിയ പ്രതിനിധികൾ, ഏറ്റവും ഉപരിയായി നമ്മുടെ എല്ലാമായ പ്രാസ്ഥാനിക